ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1434 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ TG മനോജ് കുമാറാണ്. ഇതിനോടകം അനേകം വ്യത്യസ്തമായ ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള ഡോക്ടർ കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സൈക്കോളജിസ്റ്റ് കൂടിയായ ഡോക്ടർക്ക് 26 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഡോക്ടർ നമുക്ക് ചികിത്സാനുഭവങ്ങൾ പങ്കുവെച്ചു. ഇന്നും ഈ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ഡോക്ടർ TG മനോജ് കുമാറിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം പ്രിയപ്പെട്ട IFPHന്റെ ശ്രോതാക്കളെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറച്ച് ഡിസ്കഷന് ശേഷമാണ് എനിക്ക് കേസിലോട്ട് പ്രസന്റേഷനിൽ വരാൻ പറ്റുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കേസായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഹോമിയോപ്പതിയുടെ അത്ഭുത ലോകം, ശരിക്കും ദ മാജിക്സ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും ബോധ്യമുള്ളതായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം, നമ്മളിത് വേണ്ട രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യകാലത്ത് എനിക്കും പറ്റിയിരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ സ്കിൻ ഡിസീസ് മാത്രമാണ് നമ്മൾ കേസുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ സ്കിൻ കേസുകളുണ്ട്. പക്ഷെ സ്കിൻ കേസസിൽ പിന്നെ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അലോപ്പതി പുസ്തകങ്ങളിൽ നിങ്ങൾക്കറിയാം, ഹോമിയോപ്പതി കൊണ്ട് രോഗങ്ങൾ മാറ്റാൻ തുടങ്ങി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മോഡേൺ മെഡിസിനകത്ത് പല ഡിസീസിന്റെ അടിയിൽ ഇറ്റ് ഈസ് സെൽഫ് ലിമിറ്റിംഗ് എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ വാട്സ് ഒക്കെ നോക്കിയാൽ അറിയാം. വാട്സിന്റെ അടിയിൽ പിന്നെ ഇപ്പൊ ബ്രൈറ്റ്സോ മെഡിസിന് വലിയ ടെസ്റ്റിന്റെ അടിയിൽ ഒരു സെൽഫ് ലിമിറ്റിംഗ് എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മൾ മാറ്റിയതെല്ലാം സെൽഫ് ലിമിറ്റിംഗും അവർ മാറ്റിയതെല്ലാം മരുന്നുകൊണ്ട് മാറ്റിയതെന്നും. ഇത് പല രോഗങ്ങൾക്ക്, ഹോമിയോപ്പതി കൊണ്ട് മാറ്റുന്ന പല രോഗങ്ങളുടെ അടിയിൽ ഇപ്പൊ അവർ സെൽഫ് ലിമിറ്റിംഗ് ആണ് എന്നൊരു വാക്ക് കൂടി ചേർക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അവർ പറയുന്നത് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ തന്നെ മാറാം. നമ്മൾ ഓട്ടോമ്യൂൺ ഡിസീസ് മാറിയാൽ പോലും ഓട്ടോമ്യൂൺ ഡിസീസിന്റെ കോസസ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ തന്നെ മാറാം. കാരണം അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ കാരണം അറിയാത്ത രോഗം ആയതുകൊണ്ട് കാരണം ഇല്ലാതെ പോവുകയും ചെയ്യാം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ മാറിക്കഴിഞ്ഞാൽ, നമ്മൾ ക്യാൻസർ മാറ്റിയാലും അവർ പറയും ഒന്നെങ്കിൽ അത് ക്യാൻസർ ആയിരുന്നില്ല, ഞങ്ങളുടെ ഡയഗ്നോസിസ് തെറ്റിയതായിരിക്കും, അതല്ലെങ്കിൽ അത് മാറുന്ന ക്യാൻസർ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ മരുന്ന് കൊടുത്തില്ലെങ്കിലും മാറും, ഉരുളി കമിഴ്ത്തിയാൽ ഗർഭിണിയാവും എന്ന് പറയുന്ന രീതിയിലുള്ളൂ. നമ്മൾ മരുന്ന് കൊടുത്തിട്ട് പിന്നെ പ്രസവം ഉണ്ടായാലും അവർ ഉരുളി കമിഴ്ത്തുന്ന പോലെ വില കൽപ്പിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് ഈ പ്രൂഫുകൾ ആവശ്യമായി വരുമ്പോൾ ആദ്യകാലത്തൊക്കെ സ്കിൻ പ്രൂഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഡോക്യുമെന്റ്സ്, ഇപ്പൊ നമ്മൾ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ഹോമിയോപ്പതിനെ കുറിച്ച് പറയുമ്പോൾ ചില വിഖ്യാതന്മാർ പറയാറുണ്ട്, നമ്മളെ എതിർക്കുന്ന കുറെ ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മുടെ ഈ സാക്ഷ്യപ്പെടുത്തലുകൾ മാത്രം, രോഗശമന സാക്ഷ്യങ്ങൾ മാത്രമല്ലേ ഹോമിയോപ്പതിക്കുള്ളൂ എന്നാണ് പറയാൻ പറ്റുക. ഇപ്പൊ അത് മാറി നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ ഉപയോഗിക്കുന്ന അതേ ബ്ലഡ് വാല്യൂസും പിന്നെ ബയോകെമിക്കൽ ചേഞ്ചസും ലാബ് ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ വെച്ചിട്ട്, ഈവൻ MRIയോ എക്സ്റേയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവർ വായടയ്ക്കുന്ന സ്ഥിതി. ഇതെങ്ങനെ വരുന്നു? പിന്നെ ഹോമിയോപ്പതി മെഡിസിൻ പിന്നെ ഇതുപോലെ പ്ലാസിബോ ആണെങ്കിൽ ഈ ചേഞ്ചസ് എങ്ങനെ വരുത്താൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അവരെയും അത്ഭുതപ്പെടുത്താനും അമ്പരിപ്പിക്കാനും തുടങ്ങിയതുകൊണ്ടാണ് പലപ്പോഴും പല അലോപ്പതി ഡോക്ടർമാര് അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വയം ചികിത്സയ്ക്കോ തന്ത്രപൂർവ്വം നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരികയും, അത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡോക്ടർമാര് കുറച്ചൊരു അഭിമാന പ്രശ്നമുള്ളതുകൊണ്ട്, ഈഗോ പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ നേരിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ മക്കളെ ചികിത്സിക്കാൻ വേണ്ടി. രണ്ടാമത് ഇവരുടെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഇപ്പൊ ഞാനൊക്കെ ചികിത്സിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും, ഇപ്പൊ ഞാൻ ഗവൺമെന്റിലായാലും ശരി പ്രൈവറ്റിലായാലും ശരി, അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സുമാരും ഫാർമസിസ്റ്റുകളും എല്ലാം നമ്മുടെ അടുത്ത് മരുന്ന് കാണിക്കാം. അപ്പൊ അവർക്കറിയാം ഇതുകൊണ്ട് മാറുന്നുണ്ട്. ഇതെങ്ങനെ? അതുപോലെ ഇപ്പൊ ലാബ് ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ ലാബിൽ അവർ നമുക്ക് കേസുകൾ റെഫർ ചെയ്യാറുണ്ട്. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നിടത്ത് പിന്നെ ആൾക്കാർ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കേസസ് ആണ് ഞാനിവിടെ പിന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അപ്പൊ സെറ്റ് ടു ബി സർജിക്കൽസ് എന്ന് പറയുന്ന സർജിക്കൽ കേസാണ് എന്ന് വിചാരിക്കുന്ന ചില കേസുകളൊക്കെ മാറുന്നത്, ഇതെങ്ങനെ മാറുന്നു ശരിക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. കാരണം നമ്മുടെ പഠിച്ച തിയറി അനുസരിച്ച്
ഇങ്ങനെ മാറില്ലാത്ത സാധനം. അപ്പൊ അതിലൊരു ഒരു സാധനമാണ് ഈ സെബേഷ്യസ് സിസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും സെബേഷ്യസ് സിസ്റ്റ് കേസുകൾ ധാരാളം കിട്ടാറുണ്ടാവും. അപ്പൊ സെബേഷ്യസ് സിസ്റ്റുകൾ നമുക്ക് ഈ ചില കണ്ടീഷനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെബേഷ്യസ് സിസ്റ്റുകള് ഇൻഫ്ലേംഡ് ആണെങ്കിൽ, സാധാരണ നമ്മുടെ എല്ലാവരുടെയും ഒരു തിയറി എങ്ങനെയാണ്, ഇൻഫ്ലേംഡ് ആണെങ്കിൽ നമുക്ക് ഒന്ന് പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാകും. കാരണം നമ്മുടെ സൈലീഷ്യ കൊടുത്ത ഏരിയ മുഴുവൻ പൊട്ടി അങ്ങോട്ട് പൊക്കോളും, കേസ് രക്ഷപ്പെടും. അതല്ലെങ്കിൽ ഈ കേസുകൾ ശരിക്കും അങ്ങനെയാണല്ലോ, നമുക്കൊരു ഡിസ്ഈസ് ഉണ്ടാവണം. നമ്മൾ സ്റ്റാൻഡേർഡ് ഈസ് പറയുന്ന പോലെയാണ്. ഈസിന്റെ സുഖത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അസുഖം എന്ന് പറയുന്ന പോലെ ഈസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഈസ് എന്ന് പറയും. അപ്പൊ ഒരു ഡിസീസ് ഉണ്ടാവണം, എന്നാലേ നമുക്കത് ഈസ് ആക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈസ് ആയിട്ടിരിക്കുന്ന ഒരാൾ, ഒരു പേഷ്യന്റിന് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ അതിന് നമുക്ക് രോഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ചികിത്സിക്കാനും പലപ്പോഴും വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സെബേഷ്യസ് സിസ്റ്റൊക്കെ ഇൻഫ്ലംഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റാറുണ്ട്. ഇപ്പം ചില കേസിന് ഈ പൈലോനിഡർ സൈനസ് നിങ്ങൾക്ക് അറിയാമല്ലോ. പൈലോനിഡർ സൈനസ് എന്ന് വെച്ചാൽ ആ ബട്ടക്സിന്റെ മേൽഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ രോമം കൂടി ആ രോമങ്ങൾ പരസ്പരം കുത്തി ആ ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് പൈലോനിഡർ സൈനസ് നമുക്ക് ഇൻഫെക്ഷൻ ആയിട്ട് വരും. അതല്ലെങ്കിൽ ചിലർക്ക് നമുക്ക് അവിടെ ഒരു കുഴിയും അതിനുള്ളിൽ ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കേസൊന്നും നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കുക, ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് ഏകദേശം 2-3 കേസുകൾ ഞാൻ പൈലോനിഡർ സൈനസ് ഒരിക്കലും നമ്മുടെ ടെസ്റ്റിലൊന്നും ഒരിക്കലും മരുന്ന് കൊണ്ട് മാറില്ല എന്ന് പറയുന്ന സാധനങ്ങളാണ് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് മാറി. പക്ഷെ പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്താ അറിയാമോ, നമ്മൾ ഈ കേസൊന്നും മാറില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം അങ്ങോട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യം അങ്ങ് മാറും. പിന്നെ മാറുമ്പോഴാണ് പടച്ചോൻ ഇത് എടുക്കാൻ പറ്റുന്ന നല്ല സാധനമാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നമുക്ക് തോന്നാറില്ല. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ മാറാൻ സാധ്യതയുണ്ട് തോന്നല്ല ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കും. അപ്പൊ നമുക്ക് കുറെ കേസുകൾ കിട്ടാറുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ പിന്നെ എന്റെ മടി കൊണ്ടും എന്റെ തിരക്കുകൾ കൊണ്ട് എനിക്ക് പറ്റിപ്പോന്ന് വെച്ചാൽ ഇത് സോർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ സജഷൻ എന്റെ കയ്യിലുണ്ടാവും. പക്ഷെ അത് അറേഞ്ച് ചെയ്തെടുക്കണമല്ലോ, ഇതിന് ഓരോ സ്റ്റെപ്പ് അതെടുക്കാനുള്ള ഈ താമസ സൗകര്യം കൊണ്ടാണ്. ഇപ്പൊ IFB ഇച്ചിരി ക്ലാസ് എടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നോട്ടപ്രതിഷ്ഠ നടത്തി ഈ സാധനങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയ കുറച്ച് സാധനങ്ങളാണ്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ സെബേഷ്യസ് സിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്ന കേസുകൾ. എനിക്ക് ഭൂരിഭാഗം പേര് അതിനെ തൊടാതെ അങ്ങ് വിട്ടിട്ടുണ്ടോ, വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. ഇപ്പൊ സെബേഷ്യസ് സിസ്റ്റിനകത്ത് നമ്മുടെ റെപ്പർട്ടറിലൊക്കെ വെൻസ് എന്നുള്ളൊരു ടേമാണ് ഉണ്ടാവുക. VNS അല്ല WNS, വെൻസ് എന്നുള്ള ടേമാണ് ഉണ്ടാവുക. മെഡിസിൻസ് സൈലീഷ്യ, ഗ്രാഫൈറ്റിസ്, പെറൈറ്റ കാർപ്പ്, കാൽക്കരി കാർപ്പ്, ഹെപ്പാസൾഫാണ് പൊതുവെ പറയാ. അപ്പൊ ഈ നമ്മളെപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നമ്മുടെ കൂടെ എടുക്കുന്ന ആൾക്കാരോട് തന്നെ പറയാറുള്ളത് വെച്ചാൽ, നിങ്ങൾ ഒരു കേസിന് ഒരു മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മാത്രം ചില പ്രൊഫസർമാരും വലിയ വിഖ്യാതന്മാരെ ക്ലാസ് എടുക്കുമ്പോൾ അവസാനിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഒരു സെബേഷ്യൻ സിസ്റ്റം സൈലീഷ്യ കൊടുത്തിട്ട് അങ്ങോട്ട് മാറി. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, നമുക്ക് കിട്ടുന്ന കേസ് സൈലീഷ്യ ആയിരിക്കില്ല. നമുക്ക് ഭാഗ്യത്തിന് അതുപോലെ കിട്ടിയത് കഴിഞ്ഞാൽ ഇപ്പൊ അവരൊക്കെ ചിലരുടെയൊക്കെ പ്രസന്റേഷൻ കഴിഞ്ഞ് ടിപ്പിക്കൽ കേസാണ്. അവരെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇന്നാന്ന് മെഡിസിൻ മനസ്സിലായി, നമ്മൾ മെഡിസിൻ കൊടുത്താൽ അത് മാറും. പക്ഷെ അതല്ല, വാട്ടർ ഓൾ മെഡിസിൻസ്, ആ മെഡിസിൻസ് ഏതൊക്കെ മെഡിസിൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒറ്റ മെഡിസിന്റെ കേസുകളുമായിട്ട് മാത്രം കരുതണ്ട. ഈ ഞാനിപ്പോ പറയുന്ന മരുന്നുകളെല്ലാം പ്രധാനപ്പെട്ട മരുന്നുകളാണ്, അവയ്ക്ക് എല്ലാ രോഗം മാറ്റാനും പറ്റും. അപ്പൊ ഈ സൈലീഷ്യ നിങ്ങൾക്കറിയാം. അപ്പൊ സെബേഷ്യസ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ സെബം ഒരിടത്ത് സെബേഷ്യസ് ഗ്ലാൻസ് സാധാരണ നമ്മുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ടോട്ടലി ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് ഒന്നിച്ചു കൂടിയിട്ട് ഒന്നിച്ച് സെക്രീഷൻസ് വരും. അപ്പോഴാണ് സെബേഷ്യസ് സിസ്റ്റ് ആവുക. അപ്പൊ ഒന്നിച്ച സെക്രീഷൻ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെല്ലാം ഒരു കോമൺ അപ്രച്ചർ ഉണ്ടാവും, ഒരു ദ്വാരം ഉണ്ടാവുക. പക്ഷെ സെബേഷ്യസ് സിസ്റ്റ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും, സ്വെല്ലിങ്ങിന്റെ മുകളിൽ ഒരു സ്പോട്ട് ഉണ്ടാവും. അത് മിക്കവാറും ഒരു കറുത്ത സ്പോട്ടായിട്ട് നമ്മൾ കാണുക. ഇത് അടഞ്ഞിരിക്കുന്ന ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സെബേഷ്യസ് സിസ്റ്റിനകത്ത് കറുത്ത ബ്ലോക്ക് ഇതായിരിക്കും. അല്ലാത്തവരിൽ അങ്ങനെ കാണില്ല. പക്ഷെ അവർ പറയുന്ന വെച്ചാൽ അതിന് മുകളിൽ നിന്ന് ഒരു എണ്ണ പോലൊരു സാധനം വരും എന്ന് പറയാറുണ്ട് പേഷ്യൻസ്. അപ്പൊ എണ്ണ വരുന്ന ഉണ്ടെങ്കിൽ സെബേഷ്യസ് സിസ്റ്റ് ആണ്. ഒരു ആ എണ്ണകൾ വരുന്ന ആൾക്കാരിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ അത് റെഗുലർ ആയിട്ട് ഇപ്പൊ പല ഭാഗത്ത് വരും. ഇപ്പൊ കഴുത്തിലൊക്കെ വരാറുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് അത് ഞെക്കി കളയാൻ പറയും. ആ എണ്ണ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു കാലത്തും പ്രശ്നം ഉണ്ടാവില്ല. ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ എണ്ണ തന്നെ ആയതുകൊണ്ട് സെബമാണ്. അപ്പൊ അതിന് ഉള്ളിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു കനച്ച് കേടാകും. കേടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഞെക്കി കഴിഞ്ഞാൽ ഒരു പഴുപ്പ് പോലെ കട്ട വെണ്ണ, കേടായ വെണ്ണന്റെ ദുർഗന്ധത്തോടു കൂടിയാണ് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഹെപ്പാസൾഫൊക്കെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരിക. അപ്പൊ അതിനൊരു ദുർഗന്ധം ഉണ്ടാവും. ആ ദുർഗന്ധത്തോടു കൂടിയുള്ള ഡിസ്ചാർജ് ഉണ്ടാവുക. പക്ഷെ അത് എന്നിട്ട് ഞെക്കിയിട്ട് പുറത്ത് വരാത്ത രീതിയിൽ ബ്ലോക്ക് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഈ സെബേഷ്യസ് ഗ്ലാൻസ് അങ്ങ് വീർക്കാൻ തുടങ്ങും. അത് എവിടെയായാലും വീർത്ത് വലിയ സാധനമാവും. അത് പിന്നെ അലോപ്പതിക്കാർ അത് കീറേണ്ടി വരും. പക്ഷെ നമുക്ക് അപ്പോഴും ഞാൻ പറഞ്ഞ വെച്ചാൽ ആ വീർത്താലും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇഫ് എനി ഇഞ്ചുറി ഒക്കർ ഇൻ ദ സെയിം ഏരിയ, എന്തെങ്കിലും ചതവോ എന്തെങ്കിലും പറ്റുക, അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നു, അങ്ങനെയാണെങ്കിൽ മൊത്തം ഏരിയ അങ്ങ് പഴുക്കുന്നു.
അലോപ്പതിയിൽ എന്താ വെച്ചാൽ അത് ഇൻസെഷൻ ഇട്ടിട്ട് ആ ഗ്ലാൻഡിന്റെ മൊത്തം ആ സെബേഷ്യസ് പിന്നെ അക്യുമുലേഷൻസ് ആ ഗ്ലാൻഡ് അടക്കം എടുത്തങ്ങോട്ട് കളയുക ചെയ്യുക, ഒരു സ്കാർ അവിടെ നിന്ന്. പക്ഷെ നമ്മുടെ കേസിനകത്ത് ഈ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഇതുപോലെ സൈലിഷ്യോ സൾഫോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ആ ഏരിയ മുഴുവൻ അങ്ങോട്ട് ഇറോഡ് ചെയ്ത് പൊക്കോളും, പിന്നെ ആ സാധനം ഒട്ടും ഉണ്ടാവില്ല. ഇപ്പൊ സൈലിഷ്യയില് നമ്മൾ പറയുന്നത് ഈ പിന്നെ ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളെ പഴുപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, സെബേഷ്യസ് ലോ പൊട്ടൻസി ഹയർ പൊട്ടൻസി ഒക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഈ ഏത് ഡിസ്ചാർജ് ആയാലും ഒരു ഫോറിൻ ബോഡി, ഡെഡ് ടിഷ്യൂ ആയി കഴിഞ്ഞാൽ അത് ഫോറിൻ ബോഡിയാണ്. അപ്പൊ അത് ശരീരത്തിന് പുറത്തു പോകേണ്ട സാധനം അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബോഡിയാണ്. അതാണ് സൈലീഷ്യൻ. ഞാൻ മുമ്പ് പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ സൈലീഷ്യന്റെ എക്സ്പ്രസീവ് ഒരു പവറിനെ കുറിച്ച്. അപ്പോൾ ആ പുറത്ത് കളയാനുള്ള ശേഷി ശരീരത്തിന് ഉള്ളിടത്തോളം കാലം ഇങ്ങനെ ഏത് ഫോറിൻ ബോഡികളെയും നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്ത് കല്ല് പുറത്ത് കളയാൻ നമുക്ക് സൈലീഷ്യക്ക് പറ്റും. ഡെഡ് ടിഷ്യൂസ്, ഡെഡ് ബോൺസ്, അങ്ങനെയുള്ള പല സാധനങ്ങളും പുറത്ത് കളയാൻ ഈ സൈലീഷ്യക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു കേസാണ്. സാധാരണ എന്തായാലും സെബേഷ്യസ് സിസ്റ്റം നമ്മൾ പൊട്ടിച്ചാണ് കളയാം. പൊട്ടാതെ പോകുന്ന ഒരു മാജിക്കാണ് അത്. ഹോമിയോപ്പതി അങ്ങനെയാണ്, നമ്മൾക്ക് ചില കേസുകൾ നമ്മൾ പൊട്ടിയ തിയറി അനുസരിച്ച് പോകും, പക്ഷെ പൊട്ടാതെ പോകുന്ന ചില അത്ഭുതങ്ങളായ സാധനങ്ങളുണ്ട്. അപ്പൊ അതില് അങ്ങനെയുള്ള ഒരു വെൻസിനെ കുറിച്ചിട്ടാണ്, ഒരു സെബേഷ്യസ് സിസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ ഒരു കേസ് നോക്കൂ. ഈ ഒരു കേസിനകത്ത് നിങ്ങൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീയുടെ പിന്നെ ചെവിയുടെ മുന്നിൽ കാണുന്ന ഈ ഒരു സിസ്റ്റാണ്. നോക്കണം, അതിന് ഇൻഫെക്ഷൻ ആയിട്ടില്ല, ഇൻഫെക്ഷൻ ഒന്നും ആകാതെ വന്ന ഒരു കേസാണ്. അപ്പൊ സാധാരണ ഇൻഫെക്റ്റഡ് ആണ് ഒരു പറഞ്ഞത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഡെർമോഡസിസ്റ്റ് ആണോ, ഡെർമോഡസിസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡെർമോഡസിസ്റ്റ് ആണ് അതിന്റെ ഉള്ളില് പിന്നെ ബോഡി ഡെബ്രിസ് ആണ് ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയാം. എല്ലുകളോ പല്ലിന്റെ അംശങ്ങളോ മുടികളോ ഒക്കെ ഉണ്ടാകും. അതിന് ഫീൽ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടോ. ഇതിന് മുകളില് ഒരു ദ്വാരം കാണാവുന്നതുകൊണ്ടാണ്, ഇവിടെ ഒരു ദ്വാരം, കറുത്ത ദ്വാരം കാണാവുന്നതുകൊണ്ടാണ് ഇത് സെബേഷ്യസ് സിസ്റ്റ് ആണെന്ന് മനസ്സിലാവുക. അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് അതിനകത്ത് സ്രവം വരാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഡോക്ടറെ, കുറെ ആയിട്ട് വരാറില്ല. അപ്പൊ പിന്നെ അതിനകത്തൊന്നും വരാതെ ആയി കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങി. ഇപ്പൊ വേദനയൊന്നുമില്ല, കാരണം അവിടെ വീർത്ത് വരാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വേദന ഉണ്ടാവില്ല. ഇപ്പൊ സ്കാൽപ്പിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, സ്കാൽപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വീർത്ത് വരാൻ സ്പേസ് ഉണ്ടാവില്ല, അപ്പൊ ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും. ഇവിടെ അത് മാക്സിമം അങ്ങ് വീർത്ത് കവളിന്റെ ഉള്ളിലോട്ടൊക്കെ തള്ളുന്ന രീതിയിൽ നമുക്ക് വീർത്തിട്ട് വരാൻ പറ്റും. അപ്പൊ ഈ സാധനം ഇങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട്, പിന്നെ മെഡിസിൻ കൊടുത്തതാണ്, അത് ആക്സിഡന്റൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മാജിക്ക് സംഭവിച്ചതിന്റെയാണ്. തൊട്ടിപ്പുറത്ത് വലതുവശത്ത് കാണുന്ന ചിത്രം നോക്ക്. അവരുടെ ആ സാധനം, ആ ഇത്രയും വലിയ മാസ് അത് ഫുൾ അങ്ങോട്ട് പോയി, അതങ്ങ് അബ്സോർബ് ചെയ്തു പോയി. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു ഹോമിയോപ്പതി ഒരു മാജിക് എന്ന് പറയുന്നത് തന്നെയാണ്. സാധാരണ പുറത്തോട്ട് പോകണത് ഓക്കെ, അകത്തോട്ട് അങ്ങോട്ട് വലിഞ്ഞു പോയി എന്ന് വെച്ചാൽ ആ സാധനമേ ഇല്ല, ആ ദ്വാരം അവിടെ ഉണ്ട് താനും. പിന്നെ നാച്ചുറൽ ആയിട്ട് അതിനൊന്ന് ഇത് വരാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ആർണിക്കയും പിന്നെ ഹെമാമലിസും ലെഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലഡ് അബ്സോർബ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു എക്യുമോസിസ് വന്നു ബ്ലഡ് അബ്സോർബ് ചെയ്യാറുണ്ട്, ഹൈഡ്രോസീലും ഹെമറ്റോസീലും അബ്സോർബ് ചെയ്യാറുണ്ട്. ഇതിനകത്തൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ, ഒരു വഴിയിലൂടെ ബ്ലഡ് അങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴി അവിടെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ശരീരം വലിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴും ഓർക്കുക. നമ്മുടെ ശരീരം അവിടെ ഒരു ഡെബ്രിസ്, അങ്ങോട്ട് സാധനം അക്യുമുലേറ്റ് അവിടെ പിന്നെ അടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ ആ പാത്തിലൂടെ തന്നെ ശരീരത്തിന് അത് തിരിച്ചു വലിച്ചെടുക്കാനും പറ്റും. അതിന് നമ്മുടെ വൈറ്റാലിറ്റി ഓക്കെ ആണെങ്കിൽ നമ്മുടെ മെഡിസിൻ കൃത്യമായിട്ട് അത് ഫലിക്കുകയും ചെയ്യും. ഇപ്പൊ കാൽക്കൈനൽ സ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം. കാൽഷ്യം തിരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എക്സ്റേ ബോർഡിൽ തന്നെ അവരെ പേഷ്യൻസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ കാൽഷ്യം ശരിക്കും നമ്മൾ മുള്ളുപോലെ ഇരിക്കുന്ന കാൽക്കൈനൽ സ്പർ നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന മെഡിസിൻസ് തന്നെ, ഇപ്പൊ പൾസാറ്റിലിയോ വലേറിയാനോ പിന്നെ ഹെക്ല ലാവ സിങ്കം മറ്റ് ധാരാളം മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ആ സാധനം അതുപോലെ അങ്ങ് വലിഞ്ഞു പോകും. എന്നിട്ട് അതിന്റെ ആദ്യം പിന്നെ അതിന്റെ മൊന അങ്ങോട്ട് പോകും, ആ കൂർത്തുള്ള ഭാഗം അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ആ കാൽഷ്യം ഇത് വലിഞ്ഞു പോകും. അപ്പൊ ഇതേ മെക്കാനിസം ശരീരത്തിന് അങ്ങോട്ട് ഇടാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഈ കേസിനകത്ത് സെബേഷ്യസ് സിസ്റ്റ് ഒന്ന് മാറിയ ഒരു മാജിക്ക് കാണൂ. അവിടെ ഒരു ഇൻസെഷൻ ഇട്ടിട്ടില്ല, പഴുപ്പ് പൊട്ടി വലിയ ദ്വാരമായിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല, അത് നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് ഇത് വലിഞ്ഞു പോയി. അപ്പോ എല്ലാ കേസിനകത്തും തിയറിയിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളതുപോലെ പൊട്ടി പോകണമെന്നൊന്നുമില്ല. ഒരു പൊട്ടലും ഇല്ലാണ്ട് അത്ഭുതകരമായിട്ട് ഈ സാധനം അങ്ങോട്ട് അപ്രത്യക്ഷമാകും. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് പോസിബിൾ ആണോ? ഇപ്പൊ ഈവൻ ആയുർവേദം അടക്കമുള്ളത് പൊട്ടിക്കാനേ പറ്റുള്ളൂ. ഒരു സിസ്റ്റത്തിനോ അലോപ്പതി ആയാലും ഷുവർ കത്തിവെക്കും, അവിടെ ഒരു സ്കാർ പെർമനന്റ് ആയിട്ട് നിൽക്കുക. ഇങ്ങനെ ഒരു അത്ഭുതം ഹോമിയോപ്പതിക്ക് അല്ലാതെ നമുക്ക് ഒരു സിസ്റ്റത്തിനും കാണിക്കാൻ പറ്റില്ല. മെഡിസിൻ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിസിൻസ് തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് മെഡിസിൻ നിങ്ങളുടെ അറിവ് അനുസരിച്ച് ഉപയോഗിക്കാം.
സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് പറഞ്ഞത് സൈലീഷ്യ, ഗ്രാഫൈറ്റിസ്, ബെറൈറ്റ കാർബ്, കാൽക്കേരി കാർബ്, ഹെപ്പാസൾഫ് ഇവയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഞാൻ അടുത്ത് പറഞ്ഞ ഈ ഇങ്ങനെയുള്ള സിസ്റ്റ്, ഡെർമോയിഡ് സിസ്റ്റ് അല്ല, ഐ മീൻ ഈ സെബേഷ്യസ് സിസ്റ്റുകൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ, ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ബ്ലോക്ക് റീസെന്റ് ആയിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ അതിന്റെ ഉള്ളില് നെയ്യ് അല്ലെ ഫാറ്റ് ആണെന്ന് അറിയാലോ, ഒരു തന്നെ സെബമാണ്, ഏകദേശം നെയ്യ് പോലുള്ള സാധനമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, മെക്കാനിക്കലായിട്ടുള്ള കുറച്ച് വഴികളോട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനകത്ത് ഒരു ടവല് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആ ടവൽ അവിടെ പിടിച്ച് ചൂടാക്കുക. പിന്നെ നമ്മുടെ സെബേഷ്യസ് സിസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിലുള്ള ആ ഫാറ്റ്, ആ സാധനം കുറച്ച് അലിയാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വെണ്ണ ഉരുകുന്നത് പോലെ, നെയ്യ് ഉരുകുന്നത് പോലെ അങ്ങനെ ആയിത്തീരും. എന്നിട്ട് പതുക്കെ ഞെക്കിക്കഴിഞ്ഞാൽ ആ ദ്വാരം, ആ അപ്രച്ചർ ഓപ്പൺ ആയി വരികയാണെങ്കിൽ വി ആർ ലക്കി. നമുക്ക് തന്നെ ക്ലിനിക്കിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ട്രൈ ചെയ്ത് തരാം. ഞാൻ ചില കേസുകൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സെബം നിറച്ചുണ്ടാകും. ശരിക്കും ഒരു ഭയങ്കര ദുർഗന്ധമായിരിക്കും. എണ്ണ ചീഞ്ഞ എന്ന് വെച്ചാൽ നെയ്യൊക്കെ ചീഞ്ഞ പോലത്തെ ഒരു ഭയങ്കര നാറ്റമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ടെപ്പിഡ് വാട്ടർ കൊണ്ട് ഞാൻ ഇവിടെ അമർത്തി ഈ സാധനം ഓപ്പൺ അപ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അമർത്തി കൊടുക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ആ നെയ്യ് മുഴുവൻ പുറത്തോട്ട് വരും. അപ്പൊ അവിടെ ആ സ്പേസ് അടഞ്ഞിട്ട് ആ ദ്വാരം മാത്രമാവും. പിന്നെ അവരോട് റെഗുലർ ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് എങ്ങനെയാണ്, അവിടെ ചൂട് പിടിച്ച് ആ ദ്വാരം, അപ്പൊ അത് ഓയിലി ആയി കഴിഞ്ഞാൽ വീണ്ടും ആ ദ്വാരം വീണ്ടും ഓപ്പൺ ചെയ്ത് വരാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന് പുറത്തിറക്കാൻ പറ്റും. ഈ കേസിനകത്ത് അങ്ങനെ പോലും ചെയ്യാണ്ടാണ് പോയതെന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒരു അത്ഭുതമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇനി സെബേഷ്യസ് സിസ്റ്റുകൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇത് മാറില്ല എന്ന് പുസ്തകത്തിൽ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇത് പ്യൂർലി സർജിക്കൽ കേസ് എന്നൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നും ധരിക്കേണ്ട. പ്യൂർലി സർജിക്കൽ കേസ് എന്ന് പറയുന്ന സാധനം ഒന്നും നമ്മുടെ സർജിക്കൽ കേസ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നെ വ്യാപ്തി കുറേയും കൂടി അപ്പുറമാണ്. നമ്മള് പിന്നെ ഹോമിയോപ്പതിയിൽ പറയുന്നുണ്ട് അലോപ്പതി സർജിക്കൽ കേസും ഹോമിയോപ്പതി സർജിക്കൽ കേസും വ്യത്യാസം എന്ന് വെച്ചാൽ, അലോപ്പതി സർജിക്കൽ കേസിൽ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഡിഗ്രി തന്നെ അവർ ഓപ്പറേഷനാണ് പറയാം. പക്ഷെ നമുക്കതല്ല, നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിലോ തേർഡ് ഡിഗ്രിയിലോ ഓപ്പറേഷൻ ചെയ്താൽ മതി. ഫസ്റ്റ് ഡിഗ്രി മിക്കവാറും ക്യൂറബിൾ ആണ്, ഈവൻ ഇൻക്ലൂഡിങ് ഇപ്പൊ ഹെർണിയ പോലുള്ള കണ്ടീഷൻസിനകത്ത്. അതൊക്കെ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറ്റില്ല. പ്രൊലാപ്സ് ആണെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ തേർഡ് ഡിഗ്രി ഒക്കെ. പക്ഷേ വിത്ത് മൈ എക്സ്പീരിയൻസ് ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രൊലാപ്സ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി വരെ തിരിച്ചു കയറിയിട്ടുണ്ട്. പക്ഷേ തേർഡ് ഡിഗ്രി പിന്നെ നമ്മള് എന്താണ് പ്രോസിഡൻഷ്യ എന്നൊക്കെ പറയുന്ന കണ്ടീഷനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വിവരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ്, അപ്പൊ നമ്മുടെ സർജിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ അലോപ്പതിന്റെ പ്യൂർലി സർജിക്കൽ എന്ന് പറയുന്ന കണ്ടീഷനകത്ത് ഒരു സ്റ്റെപ്പും കൂടി അപ്പുറമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ മറ്റൊന്ന്, നമ്മൾ ബോയിൽസ് ആൻഡ് കാർബങ്കിൾസ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ടാവും. ഇപ്പൊ ബോയിൽസ് ആൻഡ് കാർബങ്കിൾസ് എല്ലാവർക്കും ഭൂരിഭാഗം പേര് ഉടനെ വിളിച്ചിട്ട് ചോദിക്കും, ഡോക്ടറെ ഞാൻ സൈലീഷ് കൊടുത്തു ധാരാളം ഈ IFPH ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ശേഷം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ശിക്ഷണങ്ങളെ കിട്ടിയെന്നുള്ളതാണ്. ധാരാളം പേര് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കേസുകൾ. ഇതെല്ലാം ഇവർക്ക് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയുണ്ട്. കാരണം ഇതെനിക്ക് ട്രീറ്റ് ചെയ്യാൻ അറിയുകയും ചെയ്യാം. പക്ഷേ ഈ കേസ് എൻ്റെ അടുത്തല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവർക്ക് കേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഡോക്ടർമാർക്ക് സന്തോഷം എന്താ വെച്ചാൽ, പ്രാക്ടീസ് വളരെ കുറഞ്ഞ, ആദ്യകാലത്ത് വളരെ പ്രാക്ടീസ് കുറഞ്ഞ പല ഡോക്ടർമാർക്കും നമ്മുടെ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അഡ്വൈസ് കൊണ്ട് നല്ല പ്രാക്ടീസ് ആയിട്ട് വരുന്നു. കാരണം അവർക്ക് മാജിക്കുകൾ പോലെ രോഗങ്ങൾ മാറ്റാൻ പറ്റുന്നു. അവർ ഹോമിയോപ്പതിയിൽ, പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സിന്, അവർക്ക് ഹോമിയോപ്പതിയിൽ കോൺഫിഡൻസ് കിട്ടുന്നു. അവർ ചെയ്തത് കണ്ടിട്ട് അവരുടെ വീട്ടിൽ അവർക്ക് അംഗീകാരം കൂടുതൽ കിട്ടുന്നു. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ പറയാറുണ്ട്, ഹസ്ബൻഡ് പോലും നമ്മുടെ മരുന്ന് കഴിക്കില്ല എന്ന് പറയുന്ന പല ലേഡി ഡോക്ടർമാരുണ്ട്. അപ്പോൾ അതെല്ലാം മാറി ഈ രോഗങ്ങൾ മാറ്റിയതിന്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇവർക്കും ഇവരുടെ ബന്ധുക്കളൊക്കെ വരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ IFPH ക്ലാസ്സുകൾ കേൾക്കുക, അതിനുള്ള അനുഭവം, അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹോമിയോപ്പതി ലൈഫിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുക. നമ്മൾ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ എത്രയോ നമ്മുടെ കോളേജിൽ പഠിച്ചതിനകത്ത് എത്രയോ വലിയ അറിവുകളാണ്. അതിലും നല്ല വിശാരദന്മാരായിട്ടുള്ള, മറ്റത് പുസ്തകം മാത്രം പഠിച്ച് ഛർദ്ദിക്കുന്ന അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതാനുഭവങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ, ക്ലാസ് എടുക്കാൻ അവർക്ക് ഒരു പക്ഷേ അറിയണമെന്നില്ല. പക്ഷെ അവരുടെ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട്. ഈ ഗുണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ബോംബെ വാലാസ് വന്നിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ ഒരു കേസും ഉണ്ടാവും, 100 ഗുണ്ടും ഉണ്ടാവും. അപ്പൊ അമ്മാതിരി സാധനങ്ങളല്ല നമ്മുടെ അടുത്ത് വരും. നമ്മുടെ വളരെ കൃത്യമായിട്ടുള്ള കേസുകളാണ്. ഈ ഏത് പേഷ്യന്റ് അഡ്രസ്സ് ചോദിക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് കണ്ടെടുത്ത് വിളിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേസുകളാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്ത് ബോയിൽസിനെ കുറിച്ച് പറയാം. ബോയിൽസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതുപോലെ പസ് കളക്ട് ചെയ്യും. കാർബങ്കിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചേട്ടനാണ്. ബോയിൽസിന്റെ കാർബങ്കിൾസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ബോയിൽസ് വിത്ത് സിംഗിൾ പിന്നെ ഓപ്പണിംഗ് ഉണ്ട്. കാർബങ്കിൾസ് അല്ല, അതിന്റെ മാരകമായ അവസ്ഥ എന്ന് കരുതിയാൽ മതി.
ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ചില പിന്നെ കൂടെയുള്ള എല്ലാവർക്കും അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മളെല്ലാം ഡോക്ടർമാരാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്നൊക്കെ ശരി തന്നെ. ഇപ്പൊ കാർബങ്കൽസിനാണെങ്കിൽ മൾട്ടിപ്പിൾ അപ്രോച്ച് ഉണ്ട്. കണ്ടാൽ തന്നെ പേടിയാവും, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നാണ് ഭൂരിഭാഗം പേര് കാണുമ്പോൾ തന്നെ പറയാറുള്ളത്. അപ്പൊ ഞാൻ ഒരു എന്റെ പിന്നെ എന്നെ വിളിക്കുന്ന ഏത് ഡോക്ടർമാരോടും പറയാറുണ്ട്, പിന്നെ ഏത് കേസ് ഏറ്റെടുക്കും, ഈ കേസ് ക്യൂർ ചെയ്യുമെന്ന് നമ്മളെങ്ങനെ അറിയാൻ പറ്റുക? അപ്പൊ ഒറ്റ കണ്ടീഷൻ മാത്രമാണ്, 3 മാസം കൊണ്ട് ഈ നിങ്ങൾക്ക് ഒരു ക്രോണിക് കേസിനകത്ത് ഒരു ചുക്ക് സംഭവം നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ കേസ് വിടുക. അങ്ങനെ പറഞ്ഞാൽ മതി, പേഷ്യൻസിനോട് അങ്ങനെ പറഞ്ഞാൽ മതി. റിസൾട്ട് കിട്ടുമെങ്കിൽ 1 മന്തിനുള്ളിൽ അമലേഷൻ തുടങ്ങും. 3 മാസത്തിനുള്ളിൽ ഏത് ക്രോണിക് കേസുകളും പിന്നെ റിമാർക്കബിൾ ആയിട്ടുള്ള മാറ്റം എന്നുള്ളതല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ശമനം ആക്കി തരാം. ഇപ്പൊ ഇവര് വെയിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു അൾട്രാസൗണ്ട് ഒരു മയോമ നമ്മൾ കുറച്ച് കൊടുക്കുന്നു, 3 മാസം സ്കാൻ ചെയ്യുമ്പോൾ നല്ലോണം കുറവുണ്ട്. നമ്മൾ ഓരോ പേഷ്യൻസിനെ വീണ്ടും സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും, ഇത്രയും കുറഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് വെയിറ്റ് ചെയ്തുകൂടെ? പേഷ്യന്റ് വെയിറ്റ് ചെയ്യും. അത് 3 മാസം 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമോ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധനം അങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇനി ബോയിൽസിനകത്ത് ഒരു ചോദ്യം അതിനകത്ത് വരുന്ന ഒരു കാര്യമുണ്ട്, ഇത് പൊട്ടിക്കണോ അത് അബ്സോർബ് ചെയ്യണോ? അതാണ് ഒരു ചോദ്യം. ഞാൻ നേരത്തെ പിന്നെ സെബേഷ്യസ് സിസ്റ്റിനകത്ത് കേസിനകത്ത് വരുന്ന പോലെ വലിച്ചെടുക്കണോ അത് അല്ലെങ്കിൽ പൊട്ടിക്കണോ എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരത്തിന് വലിച്ചെടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ പെർസെന്റേജിൽ ശരീരം അത് പൊട്ടിക്കും. അതല്ല ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, അത് അബ്സോർബ് ചെയ്യും. അത് പിന്നെ ഈവൻ പല പസ്സിനകത്തുള്ള ഫോർമേഷനകത്തും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് ഒരു കേസിനകത്ത് നമ്മളത് പിന്നെ അതിന് മുകളിലൊരു കേസിനകത്ത് നമ്മൾ കാണിച്ചിരുന്നു. ആ കേസിനകത്ത് ഹിമാൻജിയോമയൊക്കെ നമ്മൾ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമാണെന്നാണ് പുസ്തകത്തിലൊക്കെ പറയുന്നത്. പക്ഷെ ഹിമാൻജിയോമയാണ് ഉണ്ടല്ലോ, ശരീരത്തിന് അബ്സോർബ് ചെയ്യാവുന്ന മുഴുവൻ അബ്സോർബ് ചെയ്തൊരു ചെറിയൊരു പോർഷൻ ഉണ്ടാവും, അതങ്ങോട്ട് പൊട്ടിച്ചോളയും, ശരീരം തന്നെ അങ്ങ് കൊടുക്കും, ഒരു കുഴപ്പമുണ്ടായിരുന്നു, സ്കാർ പോലും ഇല്ലാത്തതുകൊണ്ട് മാറിക്കോളും. അപ്പൊ നോക്ക്, ഇതിനകത്തുള്ള മെഡിസിൻ നിങ്ങൾക്ക് അറിയാം, സൈലീഷ്യ, ഹെപ്പാസൾഫ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളാണ്. ഹെപ്പാസൾഫ് നല്ല പെയിൻ ഉണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുള്ളൂ. സൈലീഷ്യ പെയിൻ ഇല്ലെങ്കിലും ബ്ലൈൻഡ്ലി നമുക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഈ പഴുപ്പ് എന്നുള്ളത് ഒരു ഫോറിൻ ബോഡി ആയതുകൊണ്ട് ശരീരം ആ പഴുപ്പിനെ ഒരുപക്ഷെ പുറത്ത് കളയാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. ഇപ്പൊ ലാക്കസിസ് നമ്മൾ എന്താ പറയുക, ബ്ലഡ് ബോയിൽസ് എന്ന് പറയുന്ന കണ്ടീഷനകത്തും ഈ ദുഷിച്ച രക്തം എന്നൊക്കെ പറയുന്നത്, അത് നമുക്കൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിലും ആയുർവേദത്തിന് ഒരു കൺസെപ്റ്റാണ് ഈ ബോയിൽസ് തുടർച്ചയായിട്ട് വരുന്ന ബ്ലഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും എന്ന് പറയാം. പക്ഷേ ഈ ബ്ലഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോഡേൺ മെഡിസിന്റെ ഒരു ടെസ്റ്റുകൾ കൊണ്ടും നമുക്ക് ആ ബ്ലഡിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഹോമിയോപ്പതിയില് ഇമ്പ്യൂരിറ്റീസ് ബ്ലഡിൽ ഉള്ളതുകൊണ്ട് രോഗം വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ബ്ലഡ് പ്യൂരിഫയേഴ്സ് എന്ന് പറയുന്നിട്ടുള്ള മരുന്നുകൾ നമുക്ക് ധാരാളമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ എച്ചിനേഷ്യ അങ്ങനെയുള്ള കുറെ മരുന്നുകളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതുപോലെ ലാക്കസിസ്, ആസിഡ് സൾഫ്, ക്യാംഫർ, ഇവയൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ. ബെല്ല്, നമ്മൾ തുടക്കത്തില് ഒരു ബോയിൽ വന്നു അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വരുന്ന ഒരാളാണ്, പുതിയതായിട്ട് ഒരു ബോയിൽ വന്നു തുടങ്ങി, അപ്പൊ റെഡ്നെസ് ഉണ്ടാവും. ഏത് പസ് ഫോർമേഷൻ മുമ്പാണെങ്കിൽ നമുക്ക് ബെൽഡോണ, കാരണം എന്താ സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ നിങ്ങൾക്ക് അറിയാലോ, എന്താണ് കാലർ റോളർ, റൂബർ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ സാധനത്തോടെ എല്ലാം കൂടി വരികയാണെങ്കിൽ നിങ്ങൾ ബെൽഡോണയെ കൊടുത്തത് സാധനം അവിടെ നിന്ന് തന്നെ നിന്നു. പിന്നെ എപ്പിസിൽ ഇടംപാലൊക്കെ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, എപ്പിസിനെ പോലെ നല്ല ഇടിമ വരികയാണെങ്കിൽ നമുക്ക് എപ്പിസിനെ കുറിച്ച് ചിന്തിക്കാം. ലഡം വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് ഈ സാധാരണ ഉള്ള ഈ ടെട്രോകോക്കസ് മറ്റുള്ള ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് കൂടാതെ ചില ഇൻഫെക്ഷൻസ് കൊണ്ട്, ഇപ്പൊ ഒരു മുള്ളു കൊണ്ടിട്ട് ചിലപ്പോൾ നമുക്കൊരു ബോയിൽ വരാം. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, ഒരു തരം ആഫ്രിക്കൻ മൂട്ട എന്ന് പറഞ്ഞൊരു മൂട്ടയുണ്ട്. എന്ന് വെച്ചാൽ ഒരു കറുത്തിട്ട ഒരു ജീവിയാണേ. അപ്പൊ അത് ധാരാളം രക്തം കുടിച്ചിട്ട് ഇങ്ങനെ കറുത്ത്, സാധാരണ നമ്മുടെ മൂട്ടയല്ല, കട്ടിൽ കാണുന്ന ബെഡ്ബഗ് അല്ല, ആഫ്രിക്കൻ മൂട്ട എന്നാ പറയാ. അതിന്റെ ശാസ്ത്രീയ നാമമൊന്നും ഞാൻ ഇപ്പൊ പെട്ടെന്ന് അത് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടല്ല, ഓർത്തില്ല, അതുകൊണ്ട് അതിന് പഠിച്ചില്ല. അപ്പൊ ഒരു ബഗ്ഗാണ്, അത് നല്ലോണം രക്തം കുടിച്ചിട്ട് ദേഹം ഇങ്ങനെ വീർക്കും. അപ്പൊ ഈ പഴയ കാലത്ത് നമ്മുടെ വീടിന്റെ ഭിത്തി ഒന്നും തേച്ചിട്ടുണ്ടാവില്ല, ചെങ്കല്ലായിരുന്നു. അപ്പൊ ആ ഭിത്തിയിലൊക്കെ വന്നിട്ട് അന്നത്തെ കുട്ടികളൊക്കെ കടിച്ചിട്ട് വരും, കുടിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ മിക്കവാറും അത് ബോയിലായിട്ട് മാറും, അത് കുടിച്ച് വലിയ ചോര ഇങ്ങനെ വീർക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഈ ബഗ് ബൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടത്തെ കുറിച്ച് ചിന്തിക്കാം. പിന്നെ വിത്ത് ഫീവർ, ലിംഫഡിനോപ്പതി ഒക്കെ വരികയാണെങ്കിൽ ഈ പൈറോജൻ, ഫെറംഫോസ് 6X, ഈ ഫെറംഫോസ് കൊടുക്കുമ്പോൾ ഈ ഫെറംഫോസ് 6Xന്റെ കൂടെ വേണം ബെലഡോണ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈറോജൻ ചേർത്ത് കൊടുത്താൽ, പൈറോജൻ ആകുമ്പോൾ നമുക്ക് 1-2 ഡോസ് കൊടുത്താൽ മതി എന്ന് മാത്രമാണ്. നിങ്ങൾക്കറിയാലോ, DKD ബീഫാണ് പൈറോജൻ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം. ഫെറംഫോസിന്റെ കൂടെ ബെലഡോണ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ 200 or 30 whatever may be, നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഏറ്റവും നമുക്ക് ഒരു ഷുഗർ ഷോട്ട് പ്രിസ്ക്രിപ്ഷൻ ആണ്. ഈവൻ ഇൻഡിവിജ്വൽ ആയിട്ട് ബെൽഡോണയും അല്ലെങ്കിൽ ഫെറംഫോസും കൊടുക്കുന്നതിനേക്കാൾ റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഫെറംഫോസും പിന്നെ ബെൽഡോണയും കൂടി, ഫെറംഫോസ് 6Xനകത്ത് ബെൽഡോണ ചേർത്തിട്ട് കൊടുക്കുക.
ആർണിക്ക നല്ലൊരു മെഡിസിൻ ആണ്, നിങ്ങൾക്ക് അറിയാം. ആർണിക്കേന്റെ പിന്നെ ബോയിൽസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് അതർ പേഴ്സൺ പാസിംഗ് എന്ന് വെച്ചാൽ അടുത്തുകൂടെ ഒരാൾ പോകുമ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇവർ കൈ മാറ്റും. അല്ല കാലിലാണെങ്കിൽ മുട്ടൊന്നും വേണ്ട, ആ പ്രദേശത്തൂടെ പോയാൽ മതി, നമ്മൾ അപ്പോഴേക്കും വേദനയാണെന്ന് പറഞ്ഞിട്ട് മാറ്റും. പക്ഷെ ഇതേ ആർണിക്കയ്ക്ക് വേറൊരു ശീലം ഉണ്ട് കേട്ടോ. ആർണിക്കയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കുക. ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർണിക്കയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നെന്ന് വിചാരിക്കുക. ഉടനെ ഹയാമോക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നെ ആശുപത്രിയിലും കൊണ്ടുപോകണ്ട, എന്നെ ഒരിടത്തും കൊണ്ടുപോകണ്ടെന്ന് പറയും. അതാണ് ആർണിക്ക കേട്ടോ. പക്ഷെ അതേസമയം വേദന വന്നു കഴിഞ്ഞാൽ, ആർണിക്ക പേഷ്യൻസിന് വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവര് മനുഷ്യനെ ആ പ്രദേശത്തോട് അടുപ്പിക്കില്ല. അപ്പൊ അതേസമയം ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻസോ ഓക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയാണ് അത് ആർണിക്കയാണെന്നുള്ള കാര്യം ഓർക്കും. ഈ ബോയിൽസിനെ പ്രിവെന്റീവായിട്ട് ഹനുമാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ആർണിക്കയാണെന്നുള്ള ഓർക്കുക. ആർണിക്കയില് ചെറിയ ബോയിൽസും റെക്കറന്റ് ആയിട്ട് കുറേ ബോയിൽസ്, കുഞ്ഞു കുഞ്ഞു ബോയിൽസ് ഒക്കെ വരുന്നത് ആർണിക്കന്റെ സിംറ്റം ആണ്. പിന്നെ പസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് കാൽക്കേരിയ സൾഫ് 6 അത് നിങ്ങൾക്ക് അറിയാം. പൊട്ടൻസ്യം കൊടുക്കാം, 6 ബയോകെമിക്കും കൊടുക്കാം. പിന്നെ ഈ പഴുപ്പ് ചില കണ്ടീഷനകത്ത് നമുക്ക് പഴുപ്പിക്കണം എന്ന് വിചാരിക്കുക. പഴുപ്പ് നല്ലോണം ഉണ്ട്, അതിന് ഒന്നുകിൽ കീറും, ആശുപത്രി കൊണ്ടുപോയി കീറി കഴിഞ്ഞാൽ 15 ദിവസം അവർ തിരികെ ഇട്ടിട്ടോ അല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇതല്ലേ പിന്നെ നമ്മുടെ തൊടേന്റെ ആ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇൻഗ്വനർ റീജിയൻസിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, അത് മെയിലായാലും ഫീമെയിൽ ആയി കഴിഞ്ഞാലും അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയാണ്. താരയുടെ ഏരിയ അവിടെ ഉള്ളതുകൊണ്ട് പസ് ഇങ്ങനെ വലുതായിട്ട് വരും. വജാനൽ ലിപ്സിലൊക്കെ വരും. മനുഷ്യനോട് മിണ്ടാനും പറ്റില്ല, പറയാനും പറ്റില്ല, നടക്കാനും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ പഴുപ്പ് ഫുള്ള് പഴുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഇത് പൊട്ടുന്നുമില്ല. അങ്ങനെ നല്ല യെല്ലോയിഷ് കളർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് മിക്കവാറും പൊട്ടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസെഷൻ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇൻഫെക്ഷൻസ് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഞാൻ ആദ്യമൊക്കെ പൊട്ടിക്കുകയായിരുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തനി അങ്ങോട്ട് പൊട്ടട്ടെ. കാരണം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം അറിയാമോ, ശരീരത്തിന് വേസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ, ഇപ്പൊ എന്റെ നാട്ടിലെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉരുളോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഉരുള് പൊട്ടുന്ന പോലെ ആ ആവശ്യമില്ലാത്ത സാധനം മാത്രമേ പൊട്ടിപ്പോളൂ. ബാക്കി വെള്ളം ഇതൊക്കെ പിന്നെ ദിവസങ്ങളോളം വെള്ളം എപ്പോഴും അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുഴ ഉണ്ടാക്കി, പുതിയ നദി ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെ അങ്ങ് പൊക്കോളൂ. ഈ പൊട്ടിത്തെറിച്ച് പോകുന്നേ പോകുള്ളൂ. പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, കീറിയിട്ട് ഞെക്കി പറിച്ച് ഞെക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിനടുത്തുള്ള സറൗണ്ടിങ് ടിഷ്യൂ കൂടി ഡാമേജ് ആക്കി ഒരു വലിയ നാശമാക്കിയിട്ടാണ് എത്രയോ ദിവസം കൊണ്ട് അല്ലെ മാസങ്ങൾ കൊണ്ട് ഉണങ്ങുന്ന രീതിയിലാവും. പക്ഷെ നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് നാച്ചുറലായിട്ട് പൊട്ടുകയാണെങ്കിൽ 3ാമത്തെ ദിവസം ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോ, നാച്ചുറലായിട്ട് നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ടാണ് പൊട്ടുന്നെങ്കിൽ 3ാമത്തെ ദിവസം ഈ സാധനം ഉണങ്ങി, എന്ന് വെച്ചാൽ അത് ഉള്ളിലെല്ലാം വൃത്തിയായി സംഗതി ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പറ്റുന്ന ഒരു മെഡിസിൻ ബെർബറിസ് വൾഗാരിസ്. ഞാൻ അത് എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കാം, ഇന്റേണൽ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് പലപ്പോഴും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും ബെർബറിസ് വൾഗാരിസ്. അലോപ്പതിക്കാർ ഉപയോഗിക്കാൻ ഗ്ലിസറിൻ മാക്സ് സെൽഫ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് എന്നിട്ട് പുറത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ നാടൻ വഴിയുണ്ട്, അത് പിന്നെ നമ്മുടെ പാവലത്തിന്റെ ഇല അരച്ചിടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന വഴിയാണ്. പാവലത്തിന്റെ ഇല അരച്ചിടും, അല്ലെങ്കിൽ കോവലിന്റെ ഇല അരച്ചിടും. പിന്നെ പഴഞ്ചോറ് ചില നമുക്കറിയാലോ, പഴങ്കഞ്ഞി നമ്മൾ തലവസ് അരി അത് ചോറ് എടുത്തിട്ട് അരച്ചിടുന്നൊക്കെ. അപ്പൊ ചില പഴുപ്പ് പെട്ടെന്ന് അതിന് മുഖം വെച്ചിട്ട് പൊട്ടും എന്നൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം വിട്രിഗാർഡിൽ നിൽക്കുന്ന മെഡിസിനാണ് മോമോഡിക്ക ചെറാൻഷ്യ, ബോറിക്കിലുള്ള മെഡിസിനാണ്. അറിയില്ലാത്തവർ അതിനൊക്കെ കുറെ അത്ഭുതകരമായ കുറെ സിംറ്റംസ് ഉണ്ടെന്ന് വായിച്ചു നോക്കുക. പിന്നെ കോവയ്ക്ക നിങ്ങൾക്ക് അറിയാം, സെഫ്ലാൻഡർ ഇൻഡിക്കാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോ നിങ്ങൾ കോവയ്ക്കയും അല്ലെങ്കിൽ പാവലിന്റെ ഇലയൊന്നും കിട്ടാത്ത നാട്ടിലാണെങ്കിൽ ഇതിന്റെ ടിഞ്ചറുകൾ നിങ്ങൾക്ക് പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ സെബേഷ്യസ് സിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഇതിന് പഴുപ്പ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു രീതി, ഞാൻ പറഞ്ഞ ഒരു രീതി ഓർക്കുക. ടവല് 4ആയിട്ട് മടക്കിയിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഈ പൊട്ടാൻ തുടങ്ങിയാൽ, പൊട്ടിക്കാൻ വേണ്ടി ചെയ്യരുത്, പൊട്ടാൻ തുടങ്ങി പഴുപ്പ് വരാൻ തുടങ്ങിയതിന് മുകളിൽ ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പസ് ഇങ്ങനെ വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പഴുപ്പൊന്ന് ചൂടാക്കിയിട്ട് ഈ ടവലടക്കം പതുക്കെ ഞെക്കുക. ആ പേഷ്യന്റ് തന്നെ ഞെക്കിയാൽ മതി, നമ്മളായിട്ട് ഞെക്കി നാശാക്കണ്ട. ഈ പഴുപ്പടക്കം പതുക്കെ ഇങ്ങനെ ഞെക്കുക. അപ്പൊ എന്ന് വെച്ചാൽ ആ കുറേ ഭാഗം ആ ടവലിനുള്ളിലോട്ട് പോരും. പക്ഷെ കുറച്ച് അതിനുള്ളിൽ ഇരിക്കുന്നതായിട്ട് തോന്നും, അതൊന്നും വലിച്ചു കളയണ്ട. നിങ്ങൾക്ക് ആ സാവകാശം ഞെക്കുമ്പോൾ കിട്ടുന്ന പഴുപ്പ് മാത്രം റിമൂവ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗം ശരീരം തിരിച്ചു വലിച്ചെടുത്തോളൂ. എന്താ കാര്യം അറിയാമോ, ഈ ഏത് ശരീരത്തിന് തീരെ ഒഴിവാക്കേണ്ട സാധനം മാത്രമേ ശരീരം പുറത്തു കളയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പഴുപ്പിന് ഈ സാധനത്തിനെല്ലാം ശരീരം തിരിച്ചു വലിച്ചെടുത്ത് ശരീരത്തിന് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പൊ RBC പിന്നെ നമുക്കറിയാലോ, RBCനെ കൊന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ചു വലിച്ചെടുക്കും. പല കണ്ടീഷനകത്ത് ബോഡിയിൽ നമുക്കത് ഉപയോഗിക്കാൻ തീരെ പറ്റില്ലാത്ത സാധനങ്ങൾ മാത്രമേ ശരീരം പുറത്തു കളയുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തുനിന്നുള്ള പിന്നെ ജൈവ മൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ചെടി അതിന്റെ ഇല വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ആ ചെടി വീണ്ടും ഇത് ഉപയോഗിക്കുന്നില്ലേ.
ഈ ഫുക്കോക്ക കൃഷി രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫുക്കോക്ക കൃഷി രീതിയിൽ അവര് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ അവരതിന് കതിര് മാത്രം നുള്ളിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഇലകളെല്ലാം, കാരണം ആ ചെടിയിൽ നിന്ന് പിന്നെ ആകെ നഷ്ടപ്പെട്ടത് അതിന്റെ കതിര് മാത്രമാണ്. ബാക്കി എല്ലാ സാധനവും ജലാംശം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം മുഴുവൻ അതിന്റെ തന്നെ വളമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടേണ്ട വേസ്റ്റ് സാധനം മാത്രം പുറത്തു പോവുകയും ബാക്കി അവിടെ ഇരുന്നോട്ടെ, അത് ശരീരം വലിച്ചെടുക്കും, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അലോപ്പതിക്കാർ ക്ലീൻ ചെയ്യുന്ന പോലെ അത് ഭയങ്കരമായിട്ട് വിഗ്രസ് ക്ലീൻ ചെയ്ത് നാശാക്കില്ല. അത് മാത്രമല്ല, നമ്മൾ ഒരു വൂണ്ട് ഉണക്കുമ്പോൾ, ഈവൻ ഡയബറ്റിക് അൾസർ ഒക്കെ വരുമ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അലോപ്പതി ഹോസ്പിറ്റലുകാർ മാസങ്ങൾ എടുക്കുന്ന വൂണ്ട് നമുക്ക് വേഗം ഹീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, വാട്ടർ മേ ബി ദ മെഡിസിൻ യു ആർ യൂസിങ് ഫോർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, വെദർ ഇറ്റ് ഈസ് പിന്നെ കലണ്ടുല, ആർണിക്കർ, വാട്ടർ മേ ബി. ഞാൻ അധികം ഡയബറ്റിക് അൾസറിനൊക്കെ സിസിജി ആണ് ഉപയോഗിക്കുക. സിസിജി ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കും. അപ്പൊ അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു 3-4 ദിവസം ഈ സാധനം അഴിക്കണ്ട. ഇതിന് മുകളിൽ കൂടെ ഈ സിസിജി ഇറ്റിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം അറിയാം? ഓരോ ദിവസം ഇത് പറിക്കുമ്പോഴും ഒരു 3 ലെയർ നമ്മുടെ ഗ്രാനുലേഷൻ ടിഷ്യൂ അങ്ങ് പോയിട്ടുണ്ടാവും. ഈ സെൽസ് വളരെ ചെറിയതല്ലേ, ആ ചെറിയ ചെറിയ ലെയർ സ്കിന്നില് ഗ്രാനുലേഷൻ ടിഷ്യൂ ശരീരം കഷ്ടപ്പെട്ടുണ്ടാക്കും. നമ്മൾ പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് അവന്മാർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് എല്ലാം ഒഴിച്ച് 2 ഉറക്കലും കൂടി ആകുമ്പോൾ ശരീരം അതിന്റെ തലവസം ഉണ്ടാക്കിയ തോലടക്കം പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അവിടെ വച്ചേക്കുക. എന്നിട്ട് നമ്മുടെ മെഡിസിൻ അപ്ലൈ ചെയ്യുക. ഒരു 3-4 ദിവസം അല്ലെങ്കിൽ പസ് വരുന്നു തോന്നി കഴിയുമ്പോൾ മാത്രം നിങ്ങൾ അതിനെ പൊളിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ശരീരം ആ നൂല് അതിന്റെ ഉള്ളിൽ കയറാണ്ട് എക്സ്പെൽ ചെയ്തിട്ട് കൃത്യമായിട്ട് ആ വൂണ്ട് ഹീൽ ചെയ്തോളും. അപ്പൊ ഈ ടെപ്പിഡ് വാട്ടർ, ചൂടുവെള്ളം അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഞെക്കുക. എന്നിട്ട് പോകുന്ന അത്രയും പസ് പോകട്ടെ, അല്ലാണ്ട് ഞെക്കി അതിന്റെ രോഗിനെ വേദനയാക്കരുത്. പിന്നെ കുറച്ച് മെഡിസിൻസ്, ബോയിൽസ് ഓർ ആപ്സസ് ഇൻ ആക്സില, ലൈക്കോപോഡിയം വണ്ണമാണ് ഒരു നല്ല മെഡിസിൻസ് വരിക. സാധാരണ ആക്സിലയിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരു അഡ്വൈസ് കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ബോയിൽസ് ആക്സില അല്ല ജെനിറ്റൽ റീജിയൻസിൽ വരുന്ന ആൾക്കാരോട് ആക്സിലറി ഹെയർസ്, പ്യൂബിക് ഹെയർസ് ഷേവ് ചെയ്യരുത് എന്ന് പറയുക. ട്രിം ചെയ്യുക, ഷേവ് ചെയ്യരുത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പുതിയതായിട്ട് മുളച്ചു വരുന്ന രോമങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ്, കക്ഷത്തിലൊക്കെ അറിയാലോ, അതിന്റെ മറ്റേ സൈഡിലോട്ട് കുത്തിക്കൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ കുത്തുമ്പോൾ ഇവർക്ക് ഈ പെട്ടെന്ന് നമ്മുടെ ഈ രോമക്കുത്തിന് ഉള്ളിൽ തന്നെ ഫോളിക്കുലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഫോളിക്കുലൈറ്റിസ് വരുന്ന പോലെ രോഗാണുക്കള് വേർപ്പും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് രോഗാണുക്കൾ കയറാനുള്ള ഒരു സാധ്യതകൾ കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിബിക് ഏരിയയിലാണല്ലോ ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് അത് ട്രിം ചെയ്യാനേ പാടുള്ളൂ, അല്ലാണ്ട് ഷേവ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതിൽ ഈ ആക്സിലയിലും അല്ലെങ്കിൽ പ്യൂബിക് ഏരിയയിലൊക്കെ വരുന്ന ബോവൽസിന് ഒരു അഡ്വൈസ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ റെക്കറന്റ് ആയിട്ട് വരുന്നത്, ഇപ്പൊ നമ്മൾ ആദ്യം റെക്കറന്റ് ആയിട്ട് ബോവൽസ് നമ്മൾ ആദ്യം ഡയബറ്റീസ് ആണല്ലോ നോക്കുക. ഡയബറ്റീസ് മെഡിസിൻസ് ഉണ്ടോ എന്നുള്ള പേഷ്യൻസിന് നമ്മൾ നോക്കണം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റിക് മെഡിസിൻസ് കൊടുക്കണം. കാരണം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനടക്കം മധുരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ബ്ലഡിന് മധുരം ഉണ്ടാകും. നമ്മുടെ എലിമിനേഷൻസ്, യൂറിന് മധുരം ഉണ്ടാകും. ആ യൂറിന് മധുരം ഉള്ളത് കൊണ്ടാണ് ഈ ഡയബറ്റീസ് വരുമ്പോൾ ആൾക്കാർക്ക് പിന്നെ പെനിസിന്റെ അറ്റത്ത് ഫംഗസ് പിടിക്കുന്നത്. പെട്ടെന്ന് അത് വൈറ്റിഷ് കളറായിട്ടുള്ള ഫംഗസ്, ആഫ്തസ് പോലെ കാൻഡിഡിയാസിസ് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. അത് യൂറിന് മധുരം വരുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഡയബറ്റിക് പേഷ്യൻസ് പിന്നെ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം. വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പിന്നെ അവിടുത്തുള്ള ഷുഗർ വാഷ് ഔട്ട് ചെയ്ത് പോകണം. അല്ലാണ്ട് പോയിട്ട് സോപ്പ് കൊണ്ട് ഉപയോഗിച്ചിട്ട് കഴുകുകയല്ല ചെയ്യുക. സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ കഴുകിയാൽ ഷുഗർ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ തുടച്ചു കളഞ്ഞിട്ടും കാര്യമില്ല. ഡയബറ്റിക് പേഷ്യൻസിന് വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് അവിടെയുള്ള ഷുഗറിന്റെ അംശം പുറത്ത് കളയുന്ന രീതിയിലായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കും. അപ്പൊ ബ്ലഡ് പ്യൂരിഫയേഴ്സ് നമുക്ക് ഹോമിയോപ്പതിയുടെ റെക്കറന്റ് ആയിട്ട് വരുന്ന കേസിനകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലാണ്ട് നമുക്കറിയില്ല, നേരത്തെ പറഞ്ഞ പോലെ പ്രിവന്റീവ് മെഡിസിൻസ് ഉണ്ട്, ആർണിക്ക പോലുള്ള ചില മെഡിസിൻസ് ഉപയോഗിക്കും. അല്ലാതെ നമ്മൾ ടിഞ്ചർ ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലഡ് പ്യൂരിഫയേഴ്സ് ഒന്ന് എച്ചിനേഷ്യയാണ്, പിന്നെ ഗൺ പൗഡർ ആണ്. ഗൺ പൗഡർ 3x 6x ഒക്കെ ഉപയോഗിക്കും. സൈലീഷ്യ, സൾഫർ ഒക്കെ പൊട്ടൻസി ഫോമിൽ ബ്ലഡ് പ്യൂരിഫയർ ആണ്. പിന്നെ ഒന്ന് അക്വാമറൈന. അക്വാമറൈന ഞാനിവിടെ ചേർത്തില്ല. അക്വാമറൈന എന്ന് പറയാൻ നമ്മളെ കടൽവെള്ളം, ബോർഗിലെന്ന് വായിച്ചോട്ട്. അക്വാമറൈന നല്ല ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. വേറെയും ബ്ലഡ് പ്യൂരിഫയേഴ്സ് ഉണ്ട്, പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ പിന്നെ മെറൈനയും എച്ചിനേഷ്യയൊക്കെയാണ് നല്ല ബ്ലഡ് പ്യൂരിഫയർ. ഈ അക്വാമറൈന പൈസ കൊടുത്ത് മേടിക്കണമെന്നില്ല, പക്ഷെ കടലിലെ ബീച്ചിലുള്ള വെള്ളമായിരിക്കരുത്, കുറച്ച് ഉൾക്കടലിലെ വെള്ളമായിരിക്കണം. അപ്പൊ ഞാൻ അക്വാമറൈന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ബോട്ടിൽ ഉൾവശത്ത് ഉൾക്കടലിലോട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ തന്നെ എനിക്ക് ആവശ്യമുള്ള അക്വാമറൈന കണ്ടുപിടിക്കാൻ ശേഖരിച്ചു വെക്കുകയാണ് ചെയ്തത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന മരുന്നുണ്ടാക്കുന്ന രീതിയെ കുറിച്ച്. ഞാൻ ഉണ്ടാക്കുന്ന മെഡിസിനിൽ എനിക്ക് 100% വിശ്വസിക്കാമല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കും അക്വാമറൈന തന്നെയാണ്.
അപ്പൊ ഈ കടൽ തീരത്തിന് അടുത്തുള്ള വെള്ളം എടുക്കരുത് എന്നുള്ളതാണ് പറയുക. കുറച്ച് ഡീപ്പിലുള്ള വെള്ളമായിരിക്കണം അക്വ മറൈന എടുക്കുക. അപ്പൊ അക്വ മറൈന നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. പിന്നെ കാർബങ്കിൾസ് നേരത്തെ പറഞ്ഞ പോലെ ഭീകരമായിരിക്കും, പിന്നെ സിംറ്റംസ് വയലന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആഴ്സൽ നിങ്ങൾക്ക് അറിയാലോ, ബേണിംഗ് പെയിനോട് കൂടിയ കറുത്ത നിറത്തോട് കൂടിയ ക്യാൻസർസ് ആണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സാധനമാണ് ഈ നമ്മള് കാർബങ്കിനകത്ത് ആഴ്സാൽബിനകത്ത് വരിക. ബെലഡോണിയം പറ്റും വിത്ത് സിംറ്റംസ് ഉണ്ടെങ്കിൽ. സൈലീഷ്യ, കെപ്പാസൾഫ്, ആന്ത്രാസിനം നിങ്ങൾക്കറിയാം അട്രോഷ്യസ് ബേണിംഗ് പെയിൻ എന്നാണ് കീനോട്ടിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അസഹനീയമായ പുകച്ചിൽ വരുന്ന, അതെങ്ങനെയാ വെച്ചാൽ നെർവ്സ് അടക്കം ഡാമേജ് ആകുമ്പോഴാണ് ഈ അട്രോഷ്യസ് ബേണിംഗ് പെയിൻ വരിക. അപ്പൊ ആന്ത്രാസിനം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നല്ല നീരുണ്ടാവും, ആന്ത്രാക്സ് പിടിച്ചതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കാലിൽ നീര് വയ്ക്കും. ടെറൻഡുല ക്യൂബൻസിസ് ഒരു നല്ലൊരു പെയിൻ റെമഡിയാണ്, എസ്പെഷ്യലി ഫോർ ഈ ബോൾസ് ആൻഡ് കാർബങ്കിൾസ്. പിന്നെ ആർണിക്ക, ലാക്കസിസ് ഇവയൊക്കെയാണ് സാധാരണ നമ്മൾ വരിക. പിന്നെ ബ്ലഡ് പ്യൂരിഫയേഴ്സ് എഴുതിയിട്ടുണ്ട്. ബ്ലഡ് പ്യൂരിഫയേഴ്സ് പിന്നെ സെലറി എന്ന് പറഞ്ഞ സാധനം നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പുതിയ പിള്ളേർക്കെല്ലാം അറിയാം. ഞാനൊരു ചിത്രം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ കടകളിലൊക്കെ ഞങ്ങളെ നാട്ടിൻപുറത്തുകാരാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമല്ല, പക്ഷെ നിങ്ങളെ പോലുള്ള ടൗണിലൊക്കെ ജീവിക്കുന്ന ഡോക്ടർമാരൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പച്ചക്കറി നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണെന്നാണ് പറയുന്നത്, പുസ്തകത്തിലുണ്ട്. പിന്നെ അത് റോ ആയിട്ടും കഴിക്കാം, കുക്ക് ചെയ്തിട്ടും കഴിക്കാം. ഇപ്പൊ ബർഗറിനകത്തൊക്കെ ഈ സാധനത്തിന്റെ ലീഫൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ എച്ചിനേഷ്യ ഈസ് എ ട്രൂ ബ്ലഡ് പ്യൂരിഫയർ എന്നാണ് പറയുന്നത്. ലാക്കസിസ്, സെപ്സിസ്, സെപ്റ്റിക് വോൺസ്. പിന്നെ ഇങ്ങനെയുള്ള സെപ്പറേഷനകത്ത് ഒരു പവർഫുൾ ട്രയോ ഫോർ സ്കിൻ എന്ന് പറയുന്ന ഒരു സാധനം, ലാക്കസിസ് ഫോർ ഡിലൈഡ് സെപ്സിസ്, എച്ചിനേഷ്യ ഫോർ ആക്റ്റീവ് ഇറപ്ഷൻ, സ്കൂക്കൻചക് ഫോർ ക്രോണിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ദീസ് ആർ പവർഫുൾ ട്രയോസ് എന്ന് പറയുന്ന ഒരു വിശ്വസനീയമായ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് ആർക്കും വലിയ ധാരണയൊട്ട് ഇല്ലതാണ്. അപ്പൊ ഈ പിന്നെ പോയിസണസ് വൂൺസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പോയിസണസ് വൂൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോട്ട് ഡ്യൂ ടു പോയിസൺ, മേ ബി ഡ്യൂ ടു പോയിസണസ് ഇൻഫെക്ഷൻ ഓർ പിന്നെ ഒരു രോഗം ഒരു ഭീകരമാകുന്ന അവസ്ഥയെ അതിനെയും പോയിസണസ് വൂൺസ് എന്ന് പറയും. ആ പോയിസണസ് ആ വൂൺസിലുള്ള മാലിന്യം ശരീരത്തിന് വലിച്ചെടുത്താൽ തന്നെ പ്രശ്നങ്ങളാകുന്ന ചില വൂൺസ് ഒക്കെ വരും. അങ്ങനെ വരുമ്പോഴാണ് ലാക്കസിസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ബ്ലഡ് പ്യൂരിഫയർ. പിന്നെ അസാഡിറക്റ്റ ഇൻഡിക്ക, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയിരുന്നു. അസാഡിറക്റ്റ ഇൻഡിക്ക നിങ്ങൾക്കറിയാവുന്ന പേര് ഞാൻ മറന്നുപോയല്ലോ. പിന്നെ അക്വ മറൈന, ജെൻഷ്യാന ചിരട്ട, അസാഡിറക്റ്റ ഇൻഡിക്ക, ആര്യവേപ്പ്, ജെൻഷ്യാന ചിരട്ട. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പനിക്കാണ്. പനിക്ക് പാരസെറ്റമോൾ പോലെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ജെൻഷ്യാന ചിരട്ട. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ ഭയങ്കര കയ്പാണ്. നമ്മുടെ ചൈനേന്റെ അടുത്ത് നിൽക്കുന്ന കയ്പുള്ള സാധനമാണ്. പിള്ളേരൊന്നും കുടിപ്പിക്കൽ നടക്കില്ല. ജെൻഷ്യാന ചിരട്ട 5 അല്ലെങ്കിൽ 10 തുള്ളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏത് പനിയും നമുക്ക് പാരസെറ്റമോൾ കൊടുത്ത പോലെ നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഒരു കേസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ബോയിൽ പൊട്ടിക്കണ്ടിയോ എന്നുള്ളതാണ് അടുത്ത സംശയം. എന്ന് വെച്ചാല് നല്ലോണം പസ്, യെല്ലോയിഷ് കളർ പസ് വന്നു കഴിഞ്ഞാല്, പസ് ഒരു മാക്സിമം ഉണ്ട്, ശരീരത്തിന് വലിച്ചെടുക്കാൻ കൂടുതൽ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വിട്ടേക്കുക. പൊട്ടാൻ പറ്റുന്ന ചില സ്ഥലങ്ങളും ഒക്കെ ആണെങ്കിൽ. ഇതല്ലാത്ത കണ്ടീഷനകത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊട്ടിക്കണം എന്നില്ല, നമ്മുടെ മെഡിസിൻസ് അങ്ങ് കൊടുത്താൽ മതി. ശരീരം വിചാരിച്ചോളൂ, വേണമെങ്കിൽ പൊട്ടിക്കോളൂ, പൊട്ടിക്കാതിരുന്നോളൂ. അപ്പൊ ഒരു കേസ് നോക്ക്. ഒരു കുഞ്ഞു അവന്റെ നെറ്റിക്ക് തന്നെ കയറിയിട്ട് ഒരു അസുഖം, ഇത് സെബേഷ്യൽ സിസ്റ്റം അല്ല, കറുപ്പ് നിറമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. അവരത് എന്തൊക്കെയോ അമ്മ എന്തൊക്കെയോ പണി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു. അതിന്റെ മുകളിൽ ഒരു കറുത്ത കുത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. കൊച്ച് ഒരേ കരച്ചില്ല, ടെമ്പിൾസിലാണ്. അപ്പൊ അതിന്റെ അടിയിൽ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ ടെമ്പറൽ ആർട്രൈറ്റിസ് ഒക്കെ വേണേൽ വരാം. ഒരേ കരച്ചിലുകൊണ്ട് കൊച്ചിനെ കൊണ്ട്. അപ്പൊ ഇത് കീറണം എന്ന് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് മരണപേടി. പിന്നെ സാധാരണ ഇതൊക്കെ അവിടെ കീറുക എന്ന് പറഞ്ഞാൽ അമ്മൂമ്മമാര് പറയുന്നത് അത് മർമ്മമാണ്. അവിടെ ശരിയാണ്, അവിടെ കുറെ ബോൺസ്, നിങ്ങൾക്ക് അറിയാലോ, കുറെ ബോണുകൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ കീറൽ ഭയങ്കര അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെയും വീട്ടുകാരും നാട്ടുകാരെയും പേടിപ്പിച്ച് വരികയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് വന്നു, കൊച്ചിന് നോക്കുക ചുമപ്പുണ്ട്, ചൂടുണ്ട്, പനിയുണ്ട്, കൊച്ചി ഭീകരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. സംഭവം ഞാൻ ബെലഡോണയാണ് കൊടുത്തത്. പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ, കാരണം ആ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇത് എന്ന് പൊട്ടും, 2 ദിവസം കാത്തിരുന്നിട്ട് പഴുപ്പ് വന്ന് പൊട്ടിക്കോളും. പക്ഷെ എന്നാലും വേദന കുറഞ്ഞോളും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. പക്ഷെ ഹോമിയോപ്പതിന്റെ മാജിക് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഈ മജിഷ്യന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മാജിക്കാണ് ഹോമിയോപ്പതി കൊണ്ട് ചെയ്യുക. ആ കേസ് മാറിയിരിക്കുന്നത് നോക്കൂ. ആ കേസ് ഒട്ടിയില്ല, പസ്സും പോയില്ല, ഒരു 4-5 ദിവസം കൊണ്ട് ആ സാധനം പോയിരിക്കുന്നത് നോക്കുക. ഇതുപോലെ ചെയ്യാൻ നമുക്കല്ലാണ്ട് വേറെ ലോകത്ത് ഒരു സിസ്റ്റത്തിനും പറ്റില്ല. ആ കേസ് ഇൻസെഷൻ ഇടണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളവർ നമ്മുടെ കൂടെ എത്ര പേർ ഹോമിയോപ്പതി ഡോക്ടർക്ക് പറയും. നോ ബഡി ഫ്രം അതർ സിസ്റ്റം ഓഫ് മെഡിസിൻ
അവർക്ക് ആ ഒരു രോഗം അങ്ങനെ മാറ്റാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പാടുപോലും ഇല്ലാത്തതാണോ ആ സാധനം. അതിപ്പോ ആ സെക്കൻഡ് കേസ് വന്നപ്പോൾ കിട്ടി, പിന്നെ അതിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പിന്നെ മൂന്നാമത്തെ കേസ് കിട്ടില്ല, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പലപ്പോഴും അങ്ങനെ പറ്റുക. നമ്മൾ മെഡിസിൻ കൊടുത്തു വിടും, പേഷ്യന്റ് പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വന്നിട്ട് പറയാം ഡോക്ടറെ അത് അപ്പോഴേ പോയിരുന്നു, അയ്യോടോ അതിന്റെ ഒരു ഫോട്ടോ നിൽക്കണ്ടായിരുന്നല്ലോ, നമുക്ക് പിന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഈ കേസ് നോക്ക്, ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഫസ്റ്റ് കേസ് നോക്കൂ, ഇതാണ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ. അടുത്ത കേസിലാകുമ്പോൾ ഏത് പൊട്ടൻസിയാ കൊടുത്തത്? ഇത് ബെലഡോൺ ഞാൻ പറഞ്ഞു. ഇത് ഇൻഡിക്കേഷൻ 200 ആണ്, കുഞ്ഞായതുകൊണ്ട് 200. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഇപ്പൊ നേരത്തെ മെഡിസിൻ ലിസ്റ്റ് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എല്ലാ കേസിനകത്ത് വളരെ ബെല്ലോൺ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് പറഞ്ഞത്. ഈ കേസ് ബെല്ലോണ ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് ബെല്ലോണ കൊടുത്തിട്ട് അതും മാറി. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? 15 മിനിറ്റ് ആയി, ഒന്ന് നിർത്തണം. അടുത്ത ഇതോട് പറയണോ അതല്ലെങ്കിൽ നമുക്ക് ഡിസ്കഷനോട് പോകണോ? ഇല്ല, കുറച്ചുകൂടെ പറയാമോ സാർ? ഓക്കെ. അടുത്ത കേസ് അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസും ഇതുപോലെ തന്നെ നമ്മൾ എത്ര പേര് ധൈര്യത്തോടു കൂടി ഏറ്റെടുക്കും എന്നറിയില്ല. നമ്മുടെ കൂടെ ചില ഡോക്ടർമാർ ധാരാളം അപ്പൻഡിസൈറ്റിസ് കേസ് മാറിയിട്ടുണ്ടോ? എനിക്ക് ഏകദേശം ഒരു 10-ലധികം, 15-ൽ കൂടില്ല. പക്ഷെ കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റും ഇഷ്ടംപോലെ ആശുപത്രി ഉണ്ട്. അപ്പൻഡിസൈറ്റിസ് കേൾക്കണം, നമ്മൾ തന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ വിടും. അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറയുന്നു, ഡോക്ടർ പറയുന്നു, അവിടെ സ്കാൻ ചെയ്യുന്ന ആള് തന്നെ റെഫർ ചെയ്യും, അവിടെ അപ്പൻഡിസൈറ്റിസ് ആണ്, എവിടെയും വിടണ്ട, നേരെ അടുത്തടുത്തോട്ട് പോകും. അവർ പോയി പിന്നെ അവർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അടുത്ത് കേസ് തരിക. അപ്പൊ ആ കേസ് നമ്മുടെ അടുത്ത് പോകും. പക്ഷെ ഈ അപ്പൻഡിസൈറ്റിസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാത്ത സാഹചര്യമുള്ള ആൾക്കാരുണ്ടാവും. 2, പിന്നെ ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന കണ്ടീഷനിലായിരിക്കും. അതല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തന്നെ പേടിയുള്ള ആൾക്കാരുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഭീകരമായ ചില കണ്ടീഷൻസ് വരുന്നപ്പോഴാണ് പേഷ്യൻസ് എന്നാ പിന്നെ ഹോമിയോപ്പതി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വരിക. പക്ഷെ എനിക്ക് അങ്ങനെ ഏതായാലും ഒരു 8-10 കേസുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അതിനകത്ത് ഒരു രസം എന്താ വെച്ചാൽ എല്ലാ കേസുകളും 100% എല്ലാ കേസുകളും നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്, പ്രൊവൈഡഡ്. ഞാൻ പറഞ്ഞ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ പറയാം. ഇത്രയും മരുന്നുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ബോർഡിൽ കാണുന്ന മരുന്നുകളാണ്. ഞാനത് പിന്നെ വിവരിച്ച് പറയുകയും ചെയ്യാം. അപ്പൊ അപ്പൻഡിസൈറ്റിസ് മാറുന്നതിന് കുറച്ച് നാടൻ വഴികളിൽ ഒന്ന് പേഷ്യന്റിനെ അബ്സല്യൂട്ട് റെസ്റ്റ് ആയിക്കണം. നമ്മളത് അപ്പൻഡിസൈറ്റിസ് എന്ന് ഡയഗ്നോസ് ചെയ്ത പേഷ്യന്റിനോട് പറയേണ്ടത് മിനിമം ഒരാഴ്ച നമ്മൾ പറയും. നമ്മൾ എന്തായാലും ഫസ്റ്റ് 4 days എങ്കിലും പേഷ്യന്റ് അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അനങ്ങിയ ചിലപ്പോൾ സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, മിസൻട്രി പിന്നെ അത് ഉള്ളിലോട്ട് പടരുകയും പിന്നെ സാധനം ആകെ കൊള്ളാകും. പിന്നെ നമുക്കറിയാം ഇൻറ്റസ്റ്റൈനിലോട്ട് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പെരിട്ടോണൈറ്റിസ് വരും, ആകെ നാശവും, നമ്മളെ കേസ് കൊളാക്കിയതിന് പേരും കിട്ടും. അപ്പൊ പേഷ്യന്റിന്റെ വില്ലിങ്നെസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. പേഷ്യന്റിനെ അങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ മാത്രം എഴുന്നേക്കല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുന്നേക്കുന്ന രീതിയിൽ അബ്സല്യൂട്ട് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കുക. പിന്നെ അത് ഒരാമത്തെ കാര്യം. പിന്നെ ഈ അപ്പൻഡിസൈറ്റിസിനകത്ത് വിദേശത്തൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പല ഹോമിയോപ്പതി ഡോക്ടർമാരും ചെയ്യുന്ന ഒരു സാധനമാണ് ഒലീവ് ഓയിൽ. അതൊരു വൈൻ ഗ്ലാസ് ഫുൾ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ അത്രയൊന്നും കൊടുക്കാറില്ല. ഞാൻ ആദ്യം 1 സ്പൂൺ വെച്ചിട്ട് 3 നേരം കൊടുത്തിട്ട് അവർക്ക് വയറിളക്കം പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ ഓയിൽ കഴിക്കുമ്പോൾ തന്നെ ഒരു ചിന്തയാണല്ലോ, ഇത് കഴിച്ചാൽ വയറിളക്കം വരും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്ന് ബോധ്യമാക്കി അവർക്ക് തരുമ്പോൾ 3 സ്പൂണൊക്കെ നമുക്ക് പിന്നെ ഈ ഒലീവ് ഓയിൽ, അത് എഡിബിൾ യൂസും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണലായിട്ട് കഴിക്കുന്ന ശുദ്ധമായ ഒലീവ് ഓയിൽ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് 3 നേരമൊക്കെ കഴിക്കാം. അത് ഈ ഒലിവ് ഓയിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗാൾ സ്റ്റോൺ കോളിക്കനാണ്. ഗാൾ സ്റ്റോണിനകത്ത് സ്റ്റോൺ അലിയിച്ച് കളയാൻ ഈ ഒലിവ് ഓയിൽ നല്ലൊരു സാധനമാണ് കേട്ടോ. നമ്മൾ എലോങ് വിത്ത് അവർ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ഈ സ്റ്റോൺ പുറത്തു പോകുന്ന നിങ്ങൾക്ക് അറിയാലോ, പിന്നെ ഈ ഗാൾ സ്റ്റോൺ സ്റ്റൂളിൽ കൂടിയാണല്ലോ പുറത്തു പോവുക. അപ്പൊ ഈ ഒലിവ് ഓയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റൂൾ പെട്ടെന്ന് ഈ സ്റ്റോൺ പെട്ടെന്ന് ഇളകി പോകാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ അപ്പൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻസ് ഒലിവ് ഓയിൽ ഡെയിലി കൊടുക്കുന്നത് ഒരു പെട്ടെന്ന് രോഗം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. മെഡിസിൻസ് ഡയസ്കോറിയ വില്ലോസ. ആക്ച്വലി ഡയസ്കോറിയ വില്ലോസ അപ്പൻഡിസൈറ്റിസിന്റെ പെയിൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയസ്കോറിയസ് വില്ലോസിന്റെ പെയിൻ അറിയാലോ. കോളോസിന്ത് മുന്നോട്ട് വളയുമ്പോൾ ഡയസ്കോറിയ വില്ലോസ വില്ല് പോലെ പിന്നോട്ട് വളയുക എന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. ഡയസ്കോറിയ വില്ലോസ വില്ല് പോലെ പിന്നോട്ടാണ് വളയുക. അപ്പൊ പിന്നോട്ട് വളയുന്ന രീതിയിലുള്ള ഏത് കണ്ടീഷനകത്ത് ഡയസ്കോറിയ വില്ലോസ ഉപയോഗിക്കാം കേട്ടോ. നോട്ട് ഓൺലി ഫോർ കോളിക്, ഈവൻ പിന്നെ ചില സ്പാസംസ് ഉപയോഗിക്കാം, കൺവൾഷൻസ്, ബെൻഡിങ് ബാക്ക്വേർഡ്സ് ഒന്നതിലൊക്കെ ഡയസ്കോറിയ വില്ലോസ് ഉപയോഗിക്കാം. ലാക്കസിസ് അതിന്റെ ഓദർ എഴുതിയിട്ടില്ല. ലാക്കസിസ് വണ്ണം വിൽ ക്യൂർ എനി കേസ് ഓഫ് അപ്പൻഡിസൈറ്റിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കേസ് പ്രസന്റ് ചെയ്യാൻ പോകുന്ന കേസും ഞാൻ ലാക്കസിസ് വണ്ണമാണ് കൊടുത്തത്.
നമ്മൾ സാധാരണ ലാക്കസിസ് ലെഫ്റ്റ് സൈഡ് ആണെന്ന് വിചാരിക്കും, പക്ഷേ അപ്പൻഡിസൈറ്റിസ് നമുക്കറിയാം റൈറ്റ് സൈഡിലുള്ള ഒരു ഓർഗൻ ആണ്. പക്ഷെ ലാക്കസിസ് വണ്ണം ഇതുപോലെ ലൈക്കോപോഡിയം വണ്ണമും കൊടുത്താലും മാറും കേട്ടോ. ലൈക്കോപോഡിയം വണ്ണമും ഇതിനകത്ത് ഇൻഡിക്കേഷൻ തന്നെ പറയാറുണ്ട്. ലൈക്കോപോഡിയം വണ്ണമും ലാക്കസിസ് വണ്ണമും അപ്പൻഡിസൈറ്റിസിന് പിന്നെ നല്ല മെഡിസിൻ ആണ്. ലാക്കസിസ് വണ്ണം വിൽ ക്യൂർ എനി കേസ് ഓഫ് അപ്പൻഡിസൈറ്റിസ് എന്നാണ് ഒരു ഓതർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെഡിസിൻ ഐറിസ് ടെനാക്സ് ആണ്. ഐറിസ് ടെനാക്സ് കോമണസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൈൻഡ്ലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആദ്യത്തെ മെഡിസിൻ. എസ്പെഷ്യലി നമ്മൾ സബക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ഒക്കെ വരികയെന്ന് വിചാരിക്കുക, എന്നിട്ട് ഇപ്പൊ കയറണ്ട അതിന്റെ അറ്റത്തെ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഐറിസ് ടെനാക്സ് 200 നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ബ്രയോണിയ 200 റെപ്പർട്ടറിലൊക്കെ കാണുന്ന ബ്രയോണിയ 200 ആയിരിക്കും. ബ്രയോണിയ ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പെയിന്, അതിനെ റീബൗണ്ട് ടെൻഡർനെസ് ഒക്കെ ശരിക്കും ബ്രയോണിയന്റെ സിംറ്റം ആണ്. അതുപോലെ തന്നെ റെസ്റ്റോക്സും ബ്രയോണിയും ഇതുപോലെ തന്നെ ഈ അപ്പൻഡിസൈറ്റിസിന് വരും. രസം നമ്മള് കോസേഷൻസ് എപ്പോഴും അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലോ. ഈ പേഷ്യന്റ് ഇതിനിടയ്ക്ക് പോയിട്ട് മഴ നനഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പിന്നെ അതൊരു പുച്ഛത്തോടു കൂടി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. മഴ നനഞ്ഞ് പനി പിടിച്ചിട്ട് പിന്നെ അത് അപ്പൻഡിസൈറ്റിസിലോട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ തിങ്ക് അബൌട്ട് റെസ്റ്റോക്സ് കേട്ടോ. അങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. കാലിമൂർ 6-ന്റെ കൂടെ ആൽഫാൽഫ പൊട്ടൻസി നെവർ ഫെയിൽസ് വെരി എഫക്റ്റീവ് എന്നാണ് ഒരു ഓതർ പറഞ്ഞിട്ടുള്ളത്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് ഞാൻ ആ പുസ്തകങ്ങളടക്കം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം അവരുടെ ജീവിതകാലത്തുള്ള അനുഭവങ്ങളാണ് നമുക്ക് പറയാവുന്നത്. ലഡം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇഗ്നേഷ്യ 200 ഫോർ ഓൾ സെപ്റ്റിസീമിയ എന്നൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതും ഓതർ മറന്നുപോയി. അപ്പോ ഓക്കെ, അത് പിന്നെ പറഞ്ഞു കണ്ടുവരും. ഇഗ്നേഷ്യ 200 നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല സെപ്റ്റിസീമിയാസ് എല്ലാം ബ്ലഡ് ബോൺ അല്ല, ബ്ലഡിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഇത് അപ്പൻഡിസൈറ്റിസ് മാത്രമല്ല കേട്ടോ, പിന്നെ അല്ലാതെയുള്ള ബ്ലഡ് ഇൻഫെക്ഷൻസ് എല്ലാം ഇഗ്നേഷ്യ 200 നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ ബെൽഡോണാൻ ഇൻഡിക്കേഷൻ നിങ്ങൾക്കറിയാം. ലൈക്കോപോഡിയം വണ്ണമും സോർണവും പ്രിവെന്റീവ് ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്കോപോഡിയം വണ്ണമും സോർണവും പ്രിവെന്റീവ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരിക്കൽ സബക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് വന്നു, മെഡിസിൻ കൊടുത്തിട്ട് മാറി, അല്ലെങ്കിൽ അലോപ്പതി ഹെവി ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് മാറി കഴിഞ്ഞാൽ ഇത് വരാതിരിക്കാൻ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് ലൈക്കോപോഡിയം വണ്ണം സോർണം ഉപയോഗിക്കാം. പിന്നെ റെസ്റ്റോക്സ് ബെൽഡോണോ സോർണോ ഓക്കെ. പിന്നെ ഒന്ന് റേഡിയം ബ്രോമൈഡ് ഉണ്ട്. റേഡിയം ബ്രോമൈഡിനകത്ത് പറഞ്ഞിട്ടുണ്ട് പെയിൻ ഇൻ ദ മാക്ബർണീസ് പോയിന്റിൽ നമ്മൾ തൊട്ട് നോക്കിയിട്ടാണല്ലോ അപ്പൻഡിസൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാം. അങ്ങനെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ റേഡിയം ബ്രോമൈഡ് ആണ്. ബ്രയോണിയ എ നിയർ സ്പെസിഫിക് എന്ന ഡോക്ടർ മിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. ഐറിസ് ടെനാക്സ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് എന്ന് ക്ലാർക്കാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ആർണിക്ക ആൻഡ് റെസ്റ്റോക്സ് ആർ ബെസ്റ്റ് നൈഫ് ഫോർ അപ്പൻഡിസൈറ്റിസ്. ഡൈസ്കോറിയ വില്ലോസ ടിഞ്ചർ 10 ഡ്രോപ്സ് വാം വാട്ടറിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കുന്ന വേറൊരു സാധനം ഈക്കോളിയാണ്. കാരണം 80% അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കുന്ന ഈക്കോളിയാണ്. ഈക്കോളി നമ്മൾ പിന്നെ കൊടുക്കുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈക്കോളി കിട്ടും. അപ്പൊ ഈക്കോളിയാണ് കിട്ടുന്നതെങ്കിൽ ഈക്കോളി പൊട്ടൻസി ഉപയോഗിക്കും. ഈക്കോളി 30 or 200 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 80% ഈ അപ്പൻഡിസൈറ്റിസ് ഈക്കോളി ആണ് എന്നതുകൊണ്ട് തന്നെ റെക്കറന്റ് ആയിട്ട് പിന്നെ അപ്പൻഡിസൈറ്റിസ് വരുന്ന ആൾക്കാരിൽ നമുക്ക് ഈക്കോളി പിന്നെ ഇടയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇൻഡിക്കേറ്റർ മെഡിസിൻ ഒരു ഡോസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ആശ്വാസത്തിന് ഈക്കോളി കൊടുക്കാം. അതിനകത്ത് ബാക്കിയുള്ള റിമൈനിങ് 80% കഴിഞ്ഞാൽ പിന്നെ ബാക്കി 20% വരുന്നത് എൻട്രോകോക്കസ് ആണ്. ആ സ്ട്രെപ്റ്റോകോക്ക് നമുക്ക് ഉപയോഗിക്കാം, സ്ട്രെപ്റ്റോകോക്സിൻസ് ഉപയോഗിക്കാം. പിന്നെ എച്ചിനേഷ്യ, ബെൽഡോണ, ലാക്കസിസ്, ഐറിസ് ടെനാക്സ്, ഒലിവ് ഓയിൽ. ഓക്കെ, യെസ്. ഇത് പിന്നെ പ്ലംബോ ആയിഡ് ഇതൊക്കെ പറഞ്ഞിട്ടില്ല. ബി സേത്തി ഡോക്ടർ സേത്തിയുടെ പുസ്തകത്തിൽ പേജ് നമ്പറോടൊക്കെ എഴുതിയിട്ടുണ്ട്. സേത്തിയുടെ പുസ്തകത്തിലാണ് ഈ മെഡിസിൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനൊരു കേസ് കാണിച്ചു തരാം. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണാലോ. അതിന്റെ അടിയിൽ ഇംപ്രഷൻ എഴുതിയിരിക്കുന്ന നോക്ക്. സബ്അക്യൂട്ട് ഓർ ടു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് സജസ്റ്റ് ക്ലിനിക്കൽ ലാബ് കോറിലേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ ഡേറ്റ് നോക്കുക, 19/7/24 പറഞ്ഞിട്ടുള്ളത്. 19/7/24 ഇപ്പൊ അടുത്താണ്. ഞാൻ അടുത്ത കേസ് ഇട്ടപ്പോ കുറെ പേര് ആവേശം കൊണ്ട് ഈ കേസിന് എനിക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ കേസ് നിങ്ങളോട് പറയുന്നത്. ആ കേസ് വെറും 7 ദിവസം, 19/7 ആണെന്ന് ഓർക്കണേ. 19/7 കഴിഞ്ഞിട്ട് പിന്നെ 7 ദിവസം കഴിഞ്ഞപ്പോ കാണാമോ സാർ? അത് അതിന്റെ ഡേറ്റ് കാണാമോ? യെസ്, അല്ല ഇത് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അല്ല, അത് പറഞ്ഞാൽ മതി, അത് കുഴപ്പമില്ല. അതല്ല നമുക്ക് നമ്മൾ പറയുമ്പോ എന്താ വെച്ചാല് നമ്മളത് എത്രത്തോളം ഓതന്റിസിറ്റി നമ്മൾ അതല്ലേ അതിന് നമ്മുടെ ഒരു ആവേശം എന്ന് പറഞ്ഞു. ഇതാ കേസ് തന്നെയാണ് വരുന്നത്. സമയം ഓക്കെ, ശരി. ഞാൻ അതിന്റെ കേസ് ബാക്കി ഞാൻ
അത് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. എന്ന് വെച്ചാല് 19 താഴെയുണ്ട്, 19.7 താഴെയുണ്ട്. യെസ്, സബക്യൂട്ട് Diagnosis അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസിസ് 19/7/24, സ്റ്റാറ്റസ് പോസ്റ്റ് കൺസർവേറ്റീവ് മാനേജ്മെന്റ്, കറന്റ് സ്കാൻ ഷോസ്. ബാക്കി നമുക്ക് കാണാം. നോക്ക്, നോ അപ്പൻഡിക്സ് ഓർ ഇൻഫ്ലമേഷൻ. നോ അപ്പൻഡിസൈറ്റിസ് ഇൻഫ്ലമേഷൻ അപ്പൻഡിസൈറ്റിസ് ഇല്ല. ഇൻ റൈറ്റ് പിന്നെ ഇലിയാക് ഫോസ അറ്റ് പ്രസന്റ് ഡ്യൂ ടു സ്പോണ്ടേനിയസ് റിസോൾവിംഗ് അപ്പൻഡിസൈറ്റിസ് ഡ്യൂ ടു കൺസർവേറ്റീവ് മാനേജ്മെന്റ്. ഹവർ പിന്നെ അവരുടെ ഗുണ്ടടിക്കും, റെക്കറൻസ് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അഡ്വൈസ് ടു റിപ്പീറ്റ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കംപ്ലീറ്റ് സിംറ്റംസ് എല്ലാം മാറി. 25/7 ഡേറ്റ് നോക്ക്. ആ 19 മുതൽ വെറും 6 ദിവസം കൊണ്ട് സ്പോണ്ടേനിയസ് റിസോൾവിംഗ് ഓഫ് അപ്പൻഡിസൈറ്റിസ് തന്നെ അവര് തന്നെ എഴുതി ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെറും 6 ദിവസം, 6 ദിവസം നമ്മൾ സ്കാൻ ചെയ്യുന്നത്. പേഷ്യന്റ് ആശുപത്രി പോകാവുന്ന രീതിയിൽ ഉള്ള സമയമായപ്പോഴാണ് നമ്മളിത് സ്കാൻ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ഇത് വെറും 6 ദിവസം കൊണ്ട് പേഷ്യന്റ് അബ്സല്യൂട്ട് പിന്നെ മാറുകയും പിറ്റേ ദിവസം പോലെ കുട്ടി ക്ലാസ്സിൽ പോകാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആവുന്നത് നമ്മുടെ ഹോമിയോപ്പതിക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്തായാലും പേഷ്യന്റ് ഇതിന് പോകണം. ഇതെന്താ കാര്യം എന്ന് വെച്ചാല് ഈ കുട്ടീന്റെ പിന്നെ അച്ഛനും അമ്മയും മരിച്ചു പോയതായിരുന്നു. അപ്പോ വേറെ ഒരു ഫാമിലിയിലാണ്, ഒരു മുസ്ലിം ഫാമിലിയാണ്, അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് കുട്ടിക്ക് വേണ്ടി പൈസ മുടക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയും കുറവായിരുന്നു. അപ്പൊ എന്നോട് ഡോക്ടറെ ഞങ്ങൾക്ക് അതെങ്കിലും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേൾക്കാമെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഈ പേഷ്യന്റിനെ ആദ്യത്തെ 4 ദിവസം അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ്, തുള്ളലും ചാടലും, ഒന്ന് പെൺകുട്ടിയാണ്, അപ്പൊ തുള്ളലും ചാടലൊക്കെ ഉണ്ടാവും. അപ്പൊ അനക്കാതെ അവിടെ ഇട്ടിട്ട് നമ്മൾ ഈ കേസിനെ പിന്നെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 6 ദിവസം കൊണ്ട്. മെഡിസിൻ ഏതാ? അല്ല, Medicine. ഇതിനകത്ത് ഞാൻ കൊടുത്ത മെഡിസിൻ ലാക്സിസ് ആണ്. അതാണ് ഞാൻ ലാക്സിസിനെ കൊടുത്തത്. ലാക്സിസും സാധാരണ പിന്നെ ഞാൻ കൊടുക്കുന്ന ഐറിസ്റ്റനാക്സ് ആണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പൊ ഇതാണ് ആ കേസിനകത്ത്. പിന്നെ എച്ചിനെഷ് ടിഞ്ചർ കൊടുത്ത്. ഒലിവ് ഓയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒലിവ് ഓയിൽ മേടിക്കാനുള്ള ശേഷിയും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഈ ഒരു കേസോട് കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. ക്ലാസ് എന്നല്ല, 3 കേസേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 3 കേസിനകത്ത് ഇത് ഒരുപക്ഷെ ഇവിടെ കേൾക്കുന്ന ജൂനിയേഴ്സിന് എന്താ പറയാ ഒരു സന്തോഷം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഹോമിയോപ്പതിന്റെ മാജിക്കിനെ കുറിച്ചിട്ട് ഒരു അത്ഭുതങ്ങൾ ചിന്താഗതി ഉണ്ടാവട്ടെ, അവർക്കും അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 10:25. ഇനി നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ശാന്തചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡത്തിന് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മനോജ് ഡോക്ടറെ നമസ്തേ. ഒരുപാട് സന്തോഷം, നല്ല പ്രസന്റേഷൻ. താങ്ക് യു അമ്മ. മനോജ് ഡോക്ടർ ഇപ്പൊ അപ്പൻഡിസൈറ്റിസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു റിലേറ്റീവിന് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് ബ്രയോണിയ CM കൊടുത്തിട്ട് വണ്ടർഫുൾ ആക്ഷൻ കിട്ടി. ബ്രയോണിയ CM റിപ്പീറ്റഡ് ഡോസ് കൊടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇതിനകത്തൊക്കെ അക്വയിലിട്ട് കൊടുത്തിട്ട് റിപ്പീറ്റഡ് കൊടുത്തിട്ട് എനിക്ക് ആക്ഷൻ കിട്ടി. അക്യൂട്ട് ഫേസ് കവർ ചെയ്ത് സർജറി ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു കേസ് സർജറിക്ക് ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ വോമിറ്റിങ്ങും ഹൈ ഫീവറും വന്നിട്ട് ഞാൻ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു കുട്ടിയുടെ കേസ്. അപ്പൊ ഞാൻ ചോദിച്ചത് ഡോക്ടറെ, എനിക്ക് എന്റെ തന്നെ ഒരു കേസ് പറയൂ. എന്റെ ഈ പോർഷനിൽ ഒരു സെബേഷ്യസ് സിസ്റ്റർ ഒരു 20 വർഷം മുമ്പ് വന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, മൾട്ടിപ്പിൾ ഇൻസെക്ഷൻ ഇടണമെന്ന് പറഞ്ഞു. പേടിയായിട്ട് ഞാൻ ചെയ്തില്ല. എന്റെ ഫ്രണ്ട്സ് തന്നെ അത് കീറി അത് കളഞ്ഞത്. പക്ഷെ എനിക്ക് ബാക്കിലായതുകൊണ്ട്, ഇവിടെ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല, ഈ കഴുത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട്. അത് ഇപ്പോഴായി. പിന്നെ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെക്കുമ്പോ ഈ ഡിസ്ചാർജ് വരും. ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അത് വന്നങ്ങോട്ട് പൊട്ടനേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എന്താ കഴിക്കേണ്ടത്? അല്ല, അതല്ല, സാധാരണ ഞാൻ പറഞ്ഞില്ലേ, അത് പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം അങ്ങോട്ട് പോയിക്കോളും. ഇനി പഴുക്കാതിരിക്കുകയാണ്. ഇതിപ്പോ ഇത്ര വയസ്സൊക്കെ ആയില്ല അമ്മച്ചേ, അവിടെ ഇരുന്നോട്ടെ, എന്തോന്ന് കുഴപ്പം. 10-60 വയസ്സ് കൂടുണ്ടായിരുന്ന ഇനി പുറത്ത് കഴിക്കേണ്ട വലിയ കാര്യമുണ്ടോ? അല്ല, വേദന വരും ഇടയ്ക്ക്. അല്ല, വേദന വരുന്നുണ്ട്, അതാ പറഞ്ഞു. വേദന വരുന്നുണ്ടെങ്കിൽ ആ കൂടെ നമ്മള് ഈ സൈലീഷ്യ കപ്പാസൾഫ് ഒന്ന് കൊടുത്തു നോക്ക്. അപ്പൊ സംഭവം അങ്ങ് പോയി കിട്ടുകയാണെങ്കിൽ അങ്ങ് രക്ഷപ്പെടൂലേ? അതെ, ഇടയ്ക്ക് വേദന വരും. വേദന വരുമ്പോ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്ചാർജ് വരും. അത് അല്ലാണ്ട് തന്നെ കുളിക്കുമ്പോ നമ്മളെ പഴയതല്ലേ കാർന്നമാർ കുളിക്കുന്ന രീതിയിലമ്മ, ഈ തോർത്തുകൊണ്ട് ഇങ്ങനെ പുറത്ത് ഉടച്ചിട്ട് ഒരു കുളിയില്ലേ, ആ കുളിക്കുന്നത് നല്ലതാണെന്ന് പറയാം. കാരണം അപ്പം എന്ന് വെച്ചാല് അതിനുള്ളിലുള്ള ആ സെബ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ സൈലീഷ്യ ഏത് പൊട്ടൻസി, ഞാൻ ബിഗിനിങ്ങിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. സൈലീഷ്യം ബറൈറ്റ കാർബ് ഇത് കണ്ടു ഞാന്.
അല്ല അപ്പൊ ഇതിനകത്ത് എന്താ കാര്യം അറിയാമോ? ആ ഇത് സൈലീഷ് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനോ ടിപ്പിക്കൽ മെഡിസിനോ ഒക്കെ ആണെങ്കിൽ മാത്രമേ ഹയർ പൊട്ടൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്കത് ശരി. അതല്ല മെഡിസിൻ നമുക്കറിയാലോ. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊന്നും അല്ല ആണെങ്കിൽ നമ്മൾ 30-200 മാത്രമുള്ള കളി മതി. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു സിംറ്റം മാത്രമാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ നമ്മൾ ലോ പൊട്ടൻസി ഉപയോഗിച്ചാൽ മതി. അതങ്ങോട്ട് മാറും. പക്ഷെ ടിപ്പിക്കൽ കേസ് ആണെങ്കിലും നിങ്ങൾക്ക് എത്ര ഹയർ പൊട്ടൻസി കൊണ്ട് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അമ്മ പിന്നെ 30-200 മാത്രം ഉപയോഗിച്ചാൽ മതിന്നേ. അത് ഒരു ലക്കിന് ചിലപ്പോ വെച്ചാൽ അങ്ങോട്ട് പോയിക്കോളും. ശരി, താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് നല്ല ക്ലാസ്. താങ്ക് യു. താങ്ക് യു. ഗണേഷ് മനോജ് ഡോക്ടറെ ഗംഭീരമായ ഒരു സെഷൻ ആയിരുന്നു. ഈ സ്ലൈഡും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് പരിപാടി ആകെപ്പാടെ അടിപൊളിയായി. നമുക്ക് ഇതിന്റെ സെഷൻസുകൾ ഇനിയും വേണം. പക്ഷെ ഞാൻ ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് എല്ലാവരോടുമായിട്ട്. കാരണം നമ്മളിപ്പോ IFBSന്റെ ആഭിമുഖ്യത്തിൽ ഒരു വയനാട് നിധി നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അതിലോട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സംഭാവന എല്ലാവരും ചെയ്യണം. കാരണം അവിടെ നമ്മുടെ DMO ആണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അവർക്ക് സാമ്പത്തികമായിട്ട് കുറെ ആവശ്യങ്ങളുണ്ട് ഉടൻ തന്നെ. അപ്പൊ അതുകൊണ്ട് അത് IFBS ഇന്നലെ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാവുന്ന ഇരിക്കുകയാണ്. ഇപ്പൊ തന്നെ കുറെ പേര് പണം അയക്കാൻ തുടങ്ങി. അതിന് നമ്മളൊരു പ്രത്യേക അക്കൗണ്ടിൽ തന്നെയാണ്, സാധാരണ അയക്കുന്ന അക്കൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിലോട്ടാണ് എല്ലാവരും അയക്കേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന തുക എത്രയായാലും അത് സന്തോഷപൂർവ്വം IFBS സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ പേരും വെച്ച് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ്. നമ്മളുടെ വയനാട്ടിലെ ഹോമിയോപ്പതി ഡോക്ടർമാർ സേവനത്തിനായിട്ട് പലരും അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് താമസിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ നമുക്കാർക്കും പോകാൻ പറ്റില്ല. പക്ഷെ അവർക്ക് വേണ്ടി നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് അവരവിടെ ചെയ്യും. അപ്പം ഡിപ്പാർട്ട്മെന്റിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി വരെയൊക്കെ നേരിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുള്ളൂ. സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒത്തിരി അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ശാരീരികമായിട്ടും അല്ലാത്ത രീതിയിലും അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ദിവസം 2500 മുതൽ 3000 രൂപ വരെ വേണ്ടി വരുന്നുണ്ട്. അതുമൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ളവർ അത് നന്നായിട്ട് നമുക്ക് വേണ്ടി ചെയ്യും. കാരണം ഹോമിയോപ്പതിയുടെ സാധ്യതകളും വളരെ കൂടുതലാണ്. അത് തിരക്ക് വരുന്ന ആൾക്കാരും ഒത്തിരി ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കിയത്. അപ്പം ഇതൊരു എല്ലാവരും ആ രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന, നമ്മൾക്ക് എല്ലാവരും സംഘടനകളിലൂടെയൊക്കെ കൊടുക്കുന്നുണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. ഒരു ചെറിയ സംഭാവന ഈ നമ്മളുടെ പേരിൽ കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറോട്ട്. രണ്ടുപേരുടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സമയം കുറവാണ്, എളുപ്പം സംസാരിക്കാം. ഡോക്ടർ നാജ ജയേഷ്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നജയാണ്. സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു ജൂനിയർ ഞാനാണ്. കാണാൻ പറയത്തിരിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. വീഡിയോ കണ്ടിട്ടില്ല. അത് ഞങ്ങൾ നേരിട്ട് കണ്ടോളാം. പിന്നെ കാരണം എന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് സാറിനെ വിളിക്കുന്നത് സാറിന്റെ ബേൺ കേസ് കണ്ടിട്ട് അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, എനിക്കൊരു കേസ് കിട്ടിയപ്പോൾ സാറിനെ വിളിച്ചതാണ്. അന്ന് മുതലുള്ള ബന്ധം ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വരെയും തുടർന്നു പോകുന്നു. ഏത് ടഫസ്റ്റ് കേസ് വന്നാലും ധൈര്യമായിട്ട് എടുക്കുന്നു, സാറിനെ വിളിക്കുന്നു. അപ്പം അത് എന്റെ ഒരു ഭയങ്കര ഒരു ബാക്ക് ബോൺ തന്നെ പറയാം. അത്രയും നമുക്ക് സാറിന്റെ ഇതിപ്പോ ഈ അപ്പൻഡിസൈറ്റിസ് കേസ് വന്നപ്പം എന്റെ ഫസ്റ്റ് അപ്പൻഡിസൈറ്റിസ് കേസ് ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഈ സാറിന്റെ ഇതിൽ തന്നെയാണ് എടുത്തത്. സാർ എന്നോട് അന്ന് ഇതുപോലെ അബ്സല്യൂട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം ഇതേപോലെ തന്നെ മോഡേൺ മെഡിസിൻ വന്നു, അവരെ കാണിച്ചു, അവര് അഡ്മിറ്റ് ചെയ്യണം പറഞ്ഞു. പെയിൻ ഉണ്ട്, പക്ഷെ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നില്ല. ഇങ്ങനെ പറഞ്ഞപ്പം സാറിനെ വിളിച്ചു. സാറ് നല്ലൊരു ധൈര്യം എനിക്ക് തന്നു. അതിൽ ഞാൻ ആ കേസ് എടുത്തു. ആ കുട്ടി ഒരാഴ്ച സ്കൂളിൽ പോകാത്ത കുട്ടിയായിരുന്നു. വീണ്ടും അഡ്മിറ്റ് പറഞ്ഞ സമയത്ത് നമ്മളടുത്ത് വന്നു. 3 ദിവസം സാറ് പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒരു വെള്ളിയാഴ്ച വന്നത്, വെള്ളി ശനി ഞായർ റെസ്റ്റ് എടുത്ത് തിങ്കളാഴ്ച മുതൽ കുട്ടി സ്കൂളിൽ പോയി. കുഞ്ഞിനൊരു കുഴപ്പമില്ല അതിനുശേഷം. അപ്പം അത് അത്രയും നല്ല എഫക്റ്റീവ് ആയിരുന്നു സംഭവം. സലിംകുമാർ ഡോക്ടറും കൂടെ ഉണ്ട്. ഡോക്ടറും കൂടെ വന്ന് പറഞ്ഞതിന് വളരെ നന്ദി. ഓക്കെ സാർ, താങ്ക് യു. അതായത് ഇപ്പൊ ധനേഷ് ഡോക്ടർ പറഞ്ഞതിന്റെ കൂട്ടിച്ചേർക്കുകയാണ്. വയനാട് ഫണ്ടായിട്ട് എന്തെങ്കിലും കാശ് ഇടുന്നെങ്കിൽ അതിന് പ്രത്യേക ഒരു അക്കൗണ്ട് കൊടുത്ത് അതിൽ മാത്രമേ ഇടാവൂ. IFBSന്റെ അക്കൗണ്ട് ഇടരുത്. അത് പ്രത്യേക അക്കൗണ്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് IFBSന് എന്തെങ്കിലും ഫണ്ട് ഇടുകയാണെങ്കിൽ ഈ അക്കൗണ്ട് ഇടുകയും ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം.
പിന്നെ മനോജ് ഡോക്ടറെ വളരെ ഭംഗിയായിരുന്നു സെഷൻസ്, നന്നായിരുന്നു. താങ്ക് യു സർ. എനിക്ക് ഒരെണ്ണം ആഡ് ചെയ്യാനുള്ള ശാന്ത ഡോക്ടർ അടുത്താണ്. സെബേഷ്യൻ സിസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു സ്പെസിഫിക് മെഡിസിൻ ഉണ്ട്, ജുഗുലാൻ ശ്രീജിയ ജിഞ്ചർ. ജുഗ്ലൻ ശ്രീജിയ. അതൊരു 10 ഡ്രോപ്സ് വീതം ദിവസം 2 നേരം കഴിക്കുകയാണെങ്കിൽ ഒരു 90% സെബേഷ്യൻ സിസ്റ്റ് ഒക്കെ ഡിസപ്പിയർ ആവും. ജുഗ്ലൻ ട്രൈ ചെയ്ത് ശ്രീജിയ നോക്കാം. ജുഗ്ലൻ ശ്രീജിയ ടിഞ്ചർ ടിഞ്ചർ ആണ് സാറേ. ടിഞ്ചർ ടിഞ്ചർ ആണ് ടിഞ്ചർ സാർ. ടിഞ്ചർ ടിഞ്ചർ ട്രൈ ചെയ്ത് നോക്കാം. ഒരു നല്ല അറിവായി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ സർ. ഇനിയിപ്പോ സലീംകുമാർ ഡോക്ടർ. സലീംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. സർ അൺമ്യൂട്ട് ആയില്ല സർ. ഒന്നും കൂടി അമർത്ത്. അൺമ്യൂട്ട് ആവുന്നില്ലേ? സലീംകുമാർ ഡോക്ടർക്ക് അഡ്മിറ്റ് ആവുന്നില്ലേ? എല്ലാവർക്കും ഹലോ യെസ്. പറയൂ സർ. അല്ല ഞാൻ പറയേണ്ട ഒരു പകുതി അനിൽകുമാർ സാർ പറഞ്ഞു. 2 സാറ് ഒഴിവാക്കി ബ്ലഡ് പ്യൂരിഫയേഴ്സിലെ അതിൽ ഒരെണ്ണം ജുഗുലാൻസും 2 കൂടി പറയാനുണ്ട്. ഒരെണ്ണം ഫ്യൂമേറിയാണ്, ഒരെണ്ണം കൂടി ബാക്കിയുള്ളത്. ഒരെണ്ണം ജുഗുലാൻസ് ആണ്. ഓക്കെ അത്രേ ഉള്ളൂ. രണ്ടാമത്തെ സ്പെല്ലിംഗ് ഫ്യൂമേറിയ FUMARIA. ടിഞ്ചർ ആണോ? അങ്ങനെ സാധനം കൂടി ഉണ്ട്. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ വായിച്ചുള്ള അറിയാം. പലപ്പോഴും ഈ സാധനം കയറി വന്നിട്ടുണ്ട് ഇങ്ങനെ ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ സർ. താങ്ക് യു സർ. അടുത്ത പ്രാവശ്യം ഇതും കൂടി ചെയ്ത് നോക്കാം സർ. ഓക്കെ. ഡോക്ടറെ ഞാനൊരു കാര്യം പറയാനാ. ഇന്ന് ഞാനൊരു പൈസ അയച്ചിരുന്നത് IFPHന്റെ അതിലേക്കാണല്ലോ അയച്ചത്, നമ്പറിലേക്ക്. ഡോക്ടറുടെ പേരെന്താണ്? ഡോക്ടർ ജിബി ജോജു, JIBY ജിബി ജോജു. എത്ര രൂപ അയച്ചത്? 1000 അയച്ചത് ഇന്ന്. 1000. ഞാൻ അത് മറ്റേ അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്തോളാം. ഒന്ന് കൺവേർട്ട് ജിബി അല്ലേ? അതെ JIBY ജിബി ജോജു. കാരണം ഇത് പ്രത്യേക അക്കൗണ്ട് ആണ്. കാരണം അതിന് ട്രസ്റ്റിന്റെ അക്കൗണ്ട് ആണ്. അതിലിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയിരിക്കുന്നത്. എന്നാ സാറൊന്ന് കൺവേർട്ട് ചെയ്തോട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ വയനാട് ഫണ്ട് എപ്പോഴും പ്രത്യേക അക്കൗണ്ടിൽ മാത്രമേ അയക്കൂ. IFPHന്റെ ഫണ്ട് IFPH അക്കൗണ്ടിൽ മാത്രമേ അയക്കാവൂ. ഡോക്ടർ അനിൽകുമാർ. അനിൽകുമാർ ട്രഷറർ. അതെ, ഡോക്ടർ IFPH അനിൽകുമാർ ട്രഷററാണ്. അല്ലെങ്കിൽ പറയണം സാർ. അത് ഞാന് ഡോക്ടർ അനിൽകുമാറിന്റെ അക്കൗണ്ടിലാണ് ഈ അയച്ചിരിക്കുന്നത്. വയനാട് ഫണ്ടാണോ? വയനാട് ഫണ്ടെന്ന് വയനാട് ഫണ്ട് അതിൽ അയച്ചതിന് കുഴപ്പം. എന്റെ അക്കൗണ്ട് മീൻസ് മറ്റേ ഞങ്ങളിപ്പോ ഇട്ട ഒരു അക്കൗണ്ട് അല്ലേ, 4524. അതെ ഹരിഹരൻ ഡോക്ടർ അയച്ചത് കറക്റ്റാ. ഞാൻ നോക്കിയായിരുന്നു. അത് കറക്റ്റ് ആണ്. പിന്നെ അയച്ചത് അത് തന്നെ. അതാണ് അത് എന്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. IFPHന് വേണ്ട പഴയ അക്കൗണ്ടാണ് അത്. പഴയ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നിനും ഉപയോഗിക്കാത്ത അക്കൗണ്ടാണ്. ഈ പർപ്പസിന് മാത്രം വച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. എല്ലാരും അയച്ച അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചത്. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. പിന്നെ എനിക്ക് മനോജ് കുമാറിന്റെ ഒരു സജഷൻ ഉണ്ട്. അതായത് ഇത് പൊട്ടിക്കുന്നതിന് മൈരിസ്റ്റിക്ക ടിഞ്ചർ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് പൊട്ടാൻ വേണ്ടിയിട്ട് മൈരിസ്റ്റിക്ക ടിഞ്ചർ വായിച്ചു നോക്കൂ. സാറ് പറഞ്ഞ മൈരിസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു സർജൻസ് നൈഫ് ആണ്. ഭയങ്കര എഫക്റ്റീവ് ആണ്. ഫെലണിനൊക്കെ കൊടുക്കാറുണ്ട്. കാരണം ഏറ്റവും നല്ല ബെസ്റ്റ് ആന്റിബയോട്ടിക് എന്നുള്ള രീതിയിലാണ് പറയാം. ഹോമിയോപ്പതിക്ക് ഏറ്റവും ബെസ്റ്റ് ആന്റിബയോട്ടിക് മരിസ്റ്റിക്ക എന്ന് പറയുന്നത്. സ്റ്റെബ് ഉണ്ടല്ലോ സാർ, അതിൽ ഏതായിരിക്കും? അത് സെറിഫറ ഉണ്ട്, സെബും ഉണ്ട്. 2 എണ്ണം കാണാണ്ടല്ലോ. മെരിസ്റ്റിക്ക സെറിഫറ ആണല്ലേ? ഓക്കെ. പിന്നെ ഡോക്ടർ മനോജ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഡോക്ടർ മനോജ് നമ്മളെ ഈ ആക്സസ് നമ്മൾ ഹീൽ ചെയ്യിക്കുമ്പോ ഒരിക്കലും നമ്മള് ഈ കലണ്ടറിൽ അധികം ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരിക്കും ഒരു 9% സലൈൻ വാട്ടർ ഇവര് ട്രിപ്പ് കൊടുക്കുന്ന സലൈൻ വാട്ടർ ഉണ്ട്. ഈ സലൈൻ വാട്ടർ വാങ്ങിച്ച് നമ്മൾ അതിനകത്ത് ഒരു സൂചി ഒരു ഹോൾ ഇടണം. സൂചി വെച്ചൊരു ഹോൾ ഇട്ടിട്ട് ശരിക്കും അതപ്പം ഇങ്ങനെ
നെക്കുവാണെങ്കിൽ ഈ ഇങ്ങനെ ഫയർ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഉണ്ടിലേക്ക് ഉണ്ടിലേക്ക് ശക്തിയായിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും. ഒരു ചെറിയ ഹോൾ ഇട്ടാൽ മതി. കുപ്പിക്ക് ഹോൾ ഇട്ടിട്ട് ചെയ്തു കഴിഞ്ഞാല് ഈ ഉണ്ടിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടും. അത് തൊടുകയേ വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഈ പഴുപ്പ് അതിനകത്തുണ്ടെങ്കിൽ ഈ പഴുപ്പിനെ ഈ വൈറ്റ് കോർപ്പസൽസ് ഉണ്ടല്ലോ, വൈറ്റ് കോർപ്പസൽസിന്റെ ആഹാരമാണ് ഈ അവനവന്റെ ഈ അവിടെ ഉണ്ടാകുന്ന ഈ ഡീക്കേഡ് ആയിട്ടുള്ള സാധനത്തെ ഇവൻ തിന്നും. ഇവന്റെ ആഹാരമായിട്ടാ അത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് മുഴുവൻ അത് ക്ലീൻ ചെയ്യും. എന്നിട്ട് അത് അവിടെ ക്ലീൻ ചെയ്ത് നല്ല ചെമ്പരത്തി പൂ പോലുള്ള ഗ്രാനുലേഷൻ ടിഷ്യൂ പതുക്കെ ഉണ്ടായി വരും. അത് നമ്മൾ ഒരിക്കലും കലണ്ടറിലേക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ട്. ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ സലൈൻ വാട്ടർ ആണ് ഏറ്റവും വലിയ ഉത്തമം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ രാവിലെയുള്ള ചെറിയ ഇളവയിലുണ്ടല്ലോ, ഇളവയിൽ കൊള്ളിക്കുന്നത് ഏറ്റവും അത്യുത്തമാണ്. ഡയബറ്റിക് അൾസറിന് വളരെയധികം പ്രയോജനകരമാണ്. ഞാൻ എത്രയോ കേസുകൾ ഈ മാഗറ്റ്സ് ഉള്ള വന്നിരിക്കുന്ന ഈ എലിഫന്തിയാസിസ് വന്നിട്ട് പുഴു നൊരയ്ക്കുന്നത് വന്നിട്ട് പോലും ഞാൻ ഈ സിലീഷ്യ കൊടുക്കുകയും അതിന്റെ കൂട്ടത്തില് ഇത് ചെയ്യുകയും ചെയ്യും. സിലീഷ്യ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവനൊരു ഫോറിൻ ബോഡിയാണ്. സിലീഷ്യ കൊടുത്തിട്ട് പിന്നെ ഇവന് ഞാൻ തിരിക്കാൻ പറ്റത്തില്ല. ഞാൻ സാധാരണയായിട്ട് 200 പൊട്ടൻസി ആണ് കൊടുക്കുന്നത്. 200 പൊട്ടൻസി. ഫ്രീക്വൻസി വീക്കിലി വൺസ് ഒരു ഡോസ് കൊടുക്കും. വീക്കിലി വൺസ്. അത് ഒരു ഡോസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് 1 സ്പൂണേ കൊടുക്കത്തുള്ളൂ. പിന്നെ ഈ അപ്പൻഡിസൈറ്റിസിന് ഞാൻ ചികിത്സിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അക്കോണൈറ്റേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ബെലഡോണ കൊടുക്കും. ബെലഡോണ സാധാരണയായിട്ട് ഞാൻ 10 പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. 10 പൊട്ടൻസി കൊടുക്കും. അതും മൈൽഡ് ഡോസേ കൊടുക്കത്തുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളത്തില് ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് 1 സ്പൂൺ കൊടുക്കും. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ മാനേജ്മെന്റ് അനങ്ങാതെ കിടക്കാൻ പറയും. അനങ്ങരുതെന്ന് പറയും. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കോഴ്സ് ഇതൊക്കെ ശരിക്കെല്ലാം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലൈക്കോപോഡിയം സാധാരണ 200 പൊട്ടൻസി 1-2 ആഴ്ച ഞാനത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് ലൈക്കോപോഡിയം ഹയർ പൊട്ടൻസിയും കൊടുക്കും. എത്ര കേസുകളായിരുന്നു. മനോജ് ഡോക്ടർക്ക് എന്ത് നന്ദി പറയാനാ? മനോജ് ഡോക്ടർ IFPSന്റെ സ്ഥിര ആളല്ലേ. എന്താ ഈ അറിവിന്റെ ഭണ്ഡാകാരം എന്നൊക്കെ പറയത്തില്ല. മാത്രമല്ല ഐ ആം അപ്രീസിയേറ്റിംഗ് യു ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ നോളജ്. അതെന്താ കിട്ടിയെന്ന് വെച്ചാൽ താങ്കൾ ഒരു ഗ്രാമത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നോണ്ടാണ്. ഒരു ഗ്രാമത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നോണ്ടാണ്. ഗ്രാമത്തിലാണ് നമുക്ക് ധാരാളം ഇങ്ങനെയുള്ള കേസുകൾ കിട്ടുന്നത്. അതുകൊണ്ടാണ്. അതേസമയം ടൗണിലാണെങ്കിൽ നമ്മുടെയൊക്കെ നിൽക്കത്തില്ല, വേറെ പോകും. അതുകൊണ്ട് ഡോക്ടറെ ഇനിയും ഞങ്ങളുടെ IFPS വന്ന് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സർ. സാറേ, അങ്ങനെ ഏതായാലും നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നടന്നത്. ഇനിയും പ്രത്യേകിച്ച് TG മനോജ് കുമാർ ഡോക്ടർക്ക് ഒരു നന്ദിയും കൂടെ അറിയിക്കുന്നു. അതുപോലെ ഈ ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും പേരായി നന്ദി അറിയിക്കുന്നു. അതുപോലെ കൂടുതൽ അറിവ് പറഞ്ഞു തന്ന ഡോക്ടർ ഹരിഹരൻ സാറിനും അനിൽകുമാർ ഡോക്ടർക്കും സനിൽകുമാർ ഡോക്ടർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഈ സൂമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ 1434 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.